أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد സ്നേഹനിധികളായ പണ്ഡിതന്മാരെ, സഹപാഠികളെ, 77ാമത്തെ ജമ്മിന്റെ സബക്ക് വഹാസിലുഹു, അസിരിൽ തഅ്സീർ ഇല്ല എന്നുള്ളതാണ് രണ്ടാമത്തെ ഇനം. നമ്മൾ ചർച്ച ചെയ്തു വരുന്ന വിഷയപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ, ഇല്ലത്തിന് ഖാദിഹായിട്ട് വരുന്ന വിഷയങ്ങളിൽ അദ്മു തഅ്സീർ എന്ന് പറയുന്ന ഒന്നുണ്ട്. അതാണ് ഇപ്പൊ ചർച്ച. ആ അദ്മു തഅ്സീർ 4 ഐറ്റമുണ്ട്. ഒന്ന് വസ്ഫ്, രണ്ടാമത് അസിൽ പറഞ്ഞു. ആ അസിലിന്റെ ചർച്ചയിൽ വഹാസിലുഹു, അതിന്റെ ഹാസിൽ എന്താണ്? അതിന്റെ ഹാസിൽ എന്താന്ന് ചോദിച്ചാൽ എന്ത് പറയാം? മുആറളത്തും ബിൽ അസിലി, അസിലിൽ അത് മുആറളയാണ്, എതിർക്കപ്പെടുന്നതാണ്. എന്തുകൊണ്ട്? ബി ഇബ്ദായി ഗൈരി മാ അല്ലല ബിഹി, ഇവൻ എന്തൊന്നുകൊണ്ടാണോ ഇല്ലത്ത് പറഞ്ഞു നോക്കുക, ആ ഇല്ലത്ത് പറഞ്ഞത് അല്ലാത്ത ഒന്നിനെ വെളിവാക്കി. ഇവിടെ ഇല്ലത്ത് പറഞ്ഞു, ആ പറഞ്ഞ ഇല്ലത്തായിട്ടല്ല, അതല്ലാത്തത് കൊണ്ടാണ് വെളിവാക്കി കൊണ്ടുവന്നു. ഇങ്ങനെ വെളിവാക്കി കൊടുത്തുകൊണ്ട് അസിലിൽ എതിർക്കപ്പെടുന്ന ഒന്നാണ് ഈ അദ്മു തഅ്സീർ രണ്ടാമത്തേൽ ഹാസിൽ പറയുന്നത്. ബിനാഅൻ അലാ ജവാദി തഅലീലി ബി ഇല്ലത്തൈനി, ഈ പറഞ്ഞ അഭിപ്രായം ഹുക്മിന് 2 ഇല്ലത്ത് കൊണ്ട് ഇല്ലത്താക്കാൻ പറ്റും എന്നുണ്ട്. അതിന്റെ മേൽ എടുത്തുകൊണ്ടാണ് ഈ പറഞ്ഞത്. ഇവിടെ പറഞ്ഞ ഇല്ലത്ത് അല്ലാത്ത മറ്റൊരു ഇല്ലത്ത് വെളിവാക്കി. അങ്ങനെ വെളിവാക്കുമ്പോൾ ഈ അസിലി പറഞ്ഞ ഇവിടെയുള്ള ഇല്ലത്തുണ്ട്, അതിനെ എതിർത്തുകൊണ്ടാണ് മറ്റൊരു ഇല്ലത്തോടെ വെളിവാക്കിയത്. അതാണ് അസിൽ അദ്മു തഅ്സീറിന്റെ ഹാസില് മുആറളത്താണെന്ന് പറഞ്ഞത്. മൂന്നാമത്തേത് അദ്മു തഅ്സീർ ഫിൽ ഹുക്മി, ഹുക്മിലാണ്. അദ്മു തഅ്സീർ ഫലം വരുത്തൽ ഇല്ല, ഈ ഇല്ലത്ത് ഫലം വരുത്തുന്നില്ല. വസ്ഫ് ഹുക്മിൽ എന്ത് വരുന്നില്ല? ഫലം വരുത്തുന്നില്ല എന്ന മൂന്നാമത്തേത് ഹുക്മിലാണ്. വഹുവ, ഇത് അളുറബ് സലാസത്തിൻ, 3 പറഞ്ഞതിൽ ഏറ്റവും വലിയൊരു ഇനമാണ് ഈ പറഞ്ഞ ഇനം. കാരണം ലി അന്നഹു ഇമ്മ അല്ലാ യകൂന ലി ദിക്രിഹി, ഒരുപക്ഷെ ഈ വസ്ഫിനെ പറയലിന് ഇല്ലാതിരിക്കുക. ഹി എന്ന് പറഞ്ഞാൽ വസ്ഫ്. എങ്ങനത്തെ വസ്ഫ്? ഇസ്തമലത്ത് അലയിൽ ഇല്ലത്തു, ഒരു ഹുക്മിനുള്ള ഇല്ലത്ത് ആ വസ്ഫിന്റെ മേൽ ചുറ്റിയിട്ടുണ്ട്. അങ്ങനത്തതായ ഒരു വസ്ഫിനോടെ പറഞ്ഞു നോക്കുക. ഇങ്ങനെ പറയലിന് ഉണ്ടാവൂല ഫായിദത്തുൻ, ഒരു ഫലവും ഉണ്ടാവൂല. ഇങ്ങനെയായിരിക്കാം എന്ത് ഹുക്മിൽ അദ്മു തഅ്സീർ വരിക. അതുകൊണ്ടാണ് ഇത് അളുറബ് എന്ന് പറഞ്ഞത്. അതിന് നമുക്കൊരു ഉദാഹരണം പറയാം. ഖൗലിഹിം, അവര് പറയും പോലെ. അവരെന്ന് പറഞ്ഞാല് അയൽ ഹുസൂമുൽ അനഫിയ്യത്തു, അനഫി മദ്ഹബുകാരെ തർക്കിക്കുന്ന ആള് പറഞ്ഞതുപോലെ. എന്താ അവിടെ തർക്കം? ഏത് വിഷയത്തിലാണ് തർക്കം? ഫിൽ മുർത്തദ്ദീന, ഇസ്ലാമെന്ന് പുറത്തുപോയ ആൾക്കാരിലുള്ള കാര്യത്തിൽ. എങ്ങനത്തത്? അൽ മുത്ലിഫീന മാലന, നമ്മുടെ സമ്പത്ത് നശിപ്പിക്കുന്നതായ മുർത്തദ്ദീങ്ങളിൽ. എവിടെ? ബി ദാറുൽ ഹർബ്, ദാറുൽ ഹർബ് ഇസ്ലാമിന്റെ നാടല്ല. ദാറുൽ ഹർബ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ ശത്രുക്കളുടെ നാട്. ആ നാട്ടിൽ നമ്മുടെ സമ്പത്തുണ്ട്. ആ സമ്പത്തിനെ നശിപ്പിക്കുന്നതായ മുർത്തദ്ദീങ്ങളായ ആളുകളുടെ കൂട്ടത്തിൽ അനഫി മദ്ഹബുകാരായ തർക്കിക്കുന്നവർ പറഞ്ഞു. എവിടെ? ഹൈസുസ്തദല്ലു, അവര് ലക്ഷ്യം പറഞ്ഞിടത്ത്. എന്തിന്റെ മേല്? അലാ നഫിയുൽ ലമാനി അൻഹും ബിദാലിക, അത്ര മുതലിനെ നശിപ്പിച്ച വിഷയത്തിൽ അവർക്ക് എന്തില്ല? ലമാനില്ല, ഉത്തരവാദിത്തം ഇല്ല എന്നതിന്റെ മേൽ ലക്ഷ്യം പിടിക്കുന്നിടത്താണ്. ആ വിഷയത്തിലാണ് അവർ പറഞ്ഞത് എന്ത്? മുശ്രിക്കൂന, ബഹുദൈവാരാധകര്
അത്ലഫു മാലൻ ഫി ദാറിൽ ഹർബ്, ദാറുൽ ഹർബിൽ വെച്ചുകൊണ്ട് സമ്പത്ത് നശിപ്പിച്ചു. അങ്ങനത്തെ മുശ്രിക്കുകൾ ഫലാ ലമാന അലൈഹിം, അവരുടെ മേലെന്തില്ല, ഉത്തരവാദിത്തമില്ല. ആ നശിപ്പിച്ചതിന് ഉത്തരവാദിത്തമില്ല. ഏതുപോലെ കൽ ഹർബി, ഹർബിയായ കാഫിറിനെ പോലെ, അൽ മുത്തലിഫി മാലന, നമ്മുടെ സമ്പത്ത് നശിപ്പിക്കുന്നതായ ഹർബിയായ കാഫിർ ആ സമ്പത്ത് നശിപ്പിച്ചാൽ അവന് ഉത്തരവാദിത്തമില്ലല്ലോ എന്നതുപോലെ തന്നെ ഇസ്ലാമെന്ന് പുറത്തുപോയ ആള് നമ്മുടെ സമ്പത്ത് ദാറുൽ ഹർബിൽ വെച്ച് നശിപ്പിച്ചു. അങ്ങനെ നശിപ്പിക്കുമ്പോൾ ആ ഒരു വിഷയത്തിലാണ് ഹനഫിക്കാര് പറഞ്ഞത്, ദാറുൽ ഹർബിൽ വെച്ച് സമ്പത്തിനെ നശിപ്പിച്ചതായ ബഹുദൈവാരാധകർ ഉത്തരവാദിയല്ല. അതിന് ഖിയാസാക്കിയിട്ട് പറഞ്ഞത് കൽ ഹർബി അൽ മുത്തലിഫി മാലന എന്നാണ്. ഇനി ഇവിടെ ദാറുൽ ഹർബ് ഇന്ദഹും, ഈ തർക്കിക്കുന്ന ആൾക്കാരുടെ അടുക്കൽ ദാറുൽ ഹർബി എന്ന് പറയുന്നത് ഇല്ലത്തല്ലല്ലോ, തുർദിയാണ്, തുടർത്തിക്കൊണ്ടുവന്നതാണ്. അവലാവായിരത്താലിരിക്കിരിഹി, ഇങ്ങനെ ഈ ദാറുൽ ഹർബി എന്ന് പറയുന്ന ഒരു വിശേഷണം, ഇത്തരം ഒരു വിശേഷണം പറയുന്നതിൽ വല്ല ഫായിദ ഇവിടെ ഉണ്ടോ? ഇല്ല. എന്താ ഇല്ല? ഫായിദ ഇല്ല എന്ന് പറയാൻ കാരണം ഇത് മൻ ഔജബൽ ലമാന, ലമാനെ നിർബന്ധമാക്കിയ ആള് അതാരാ? മിനൽ ഉലമായി, ഉലമാക്കളിൽ നിന്ന് ലമാനെ നിർബന്ധമാക്കിയവർ. എന്ത് വിഷയത്തിൽ? ഇത്ലാഫിൽ മുർത്തദ്ദി, മുർത്തദ്ദായ ഒരാള് നശിപ്പിച്ചു. ആരെ? മാലൽ മുസ്ലിമി, മുസ്ലിമായ ഒരാളുടെ സമ്പത്തിനെ മുർത്തദ്ദായ ഒരാൾ നശിപ്പിച്ചു. അങ്ങനെ നശിപ്പിച്ച വിഷയത്തിൽ ഉലമാക്കളിൽ നിന്ന് ലമാന് നിർബന്ധമാക്കിയവരുണ്ട്. ആരെപ്പോലെയൊക്കെ? ഷാഫിയത്തി, ഷാഫി മദ്ഹബുകാരെ പോലെ. അങ്ങനെ നിർബന്ധമാക്കിയവൻ ഔജബഹു, ആ ലമാനെ നിർബന്ധമാക്കി. വഇല്ലം യകുൻ, ആ ഇത്ലാബ് അല്ലെങ്കിലും, ഫി ദാറിൽ ഹർബ്, ദാറുൽ ഹർബിലല്ലെങ്കിലും എന്ന. അപ്പൊ ദാറുൽ ഹർബ് ആവണം എന്നൊന്നുമില്ല. ദാറുൽ ഹർബിൽ അല്ലെങ്കിൽ പോലും സ്വത്ത് നശിപ്പിച്ചാൽ ഉത്തരവാദിയാണ്. ഏതുപോലെ? മുർത്തദ്ദായ ഒരാള് മുസ്ലിമായുള്ള സമ്പത്ത് നശിപ്പിച്ചാൽ അവന് ഉത്തരവാദിത്തമുണ്ടല്ലോ. ആ ഉത്തരവാദിത്തത്തിന്റെ കാര്യത്തിൽ ദാറുൽ ഹർബിൽ അല്ലെങ്കിലും ഉത്തരവാദിത്തമുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ദാറുൽ ഹർബ് പറഞ്ഞ എന്താ നേട്ടമുള്ളത് എന്നർത്ഥം? ഒരു നേട്ടം ഇവിടെ ഇല്ല. വകദ, ഈ പറഞ്ഞതുപോലെ തന്നെയാണ് മൻ നഫാഹു മിൻഹും, ഉലമാക്കളിൽ നിന്ന് ആ ഒരു വിഷയത്തിൽ ലമാനില്ല എന്ന് പറഞ്ഞ ആളുകളും ഇപ്രകാരം തന്നെയാണല്ലോ. ദാറുൽ ഹർബ് അല്ലെങ്കിലും ഉത്തരവാദിത്തമല്ലല്ലോ. കല്ലനഫിയത്തി, അതാരെപ്പോലെ? അനഫി മദ്ഹബുകാരെ പോലെ. നഫാഹു, അവര് ഉത്തരവാദിത്തമില്ല, ലമാനില്ല എന്നത് അവര് പറയുന്നു. ഇല്ലം യകുൽ ഇത്ലാഹു, ഈ നശിപ്പിക്കൽ ആയിട്ടില്ലെങ്കിലും, ഈ ദാറുൽ ഹർബ്, ദാറുൽ ഹർബിലായിട്ടില്ലെങ്കിലും. അപ്പൊ പിന്നെ ദാറുൽ ഹർബിലാണ് എന്താ പ്രത്യേകത? ഇല്ലല്ലോ. ഐ സവ അൻ അകാന ഫി ദാറുൽ ഹർബി അം ഫി ദാറുൽ ഇസ്ലാമി, ഇസ്ലാമിന്റെ നാട്ടിലാവട്ടെ ഹർബിന്റെ നാട്ടിലാവട്ടെ സ്വത്ത് നശിപ്പിച്ചാൽ ഉത്തരവാദിയല്ല എന്ന് അവര് പറയുന്നു. എന്നതുപോലെ തന്നെ നമ്മളും പറയുന്നു, ദാറുൽ ഹർബിലാവട്ടെ ഇസ്ലാമിന്റെ നാട്ടിലാവട്ടെ സ്വത്ത് നശിപ്പിച്ചാൽ ഉത്തരവാദി. അപ്പൊ ഇവിടെ ദാറുൽ ഹർബ് എന്ന് എടുത്തു പറഞ്ഞുകൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല. ഫി ഷിഖൈനി, രണ്ട് ഷിഖിൽ തവണ. അപ്പൊ ഷിഖൈൻ, അപ്പൊ ഈ ഷിഖൈനിയിൽ തഹ്സീർ, അതിനെ കുറിച്ചല്ലേ ചർച്ച. അപ്പൊ ഈ ഷിഖൈൻ എന്ന് പറഞ്ഞാല് ഉണ്ട് ഇല്ല, ലമാൻ ഉണ്ട് ഇല്ല. വൽ മുനാസിബു ലിഖൗലിഹി ഇൻദഹു, അവരുടെ അടുക്കൽ യോജിച്ച വാക്ക് ഇപ്പൊ എന്താണ്? സിഖുൻ നഫി, നഫിയുടെ ഭാഗമാണ്. വൽ മുനാസിബു, യോജിക്കുന്നത്, ലിഖൗലിഹി ഇൻദഹും, അനഫിയാക്കളുടെ അടുക്കൽ യോജിക്കുന്ന വാക്കെന്താ? ഷിത്താണ്. അപ്പൊ മുസന്നിബിനോട് കൗലി, മുസന്നിബിന്റെ വാക്കിനോട് യോജിച്ചത് എന്തും ഷിഖുൻ നഫി എന്ന് പറയല. ഏതുപോലെ? ഖമഖ്തസറ അലൈഹി ഗൈറുഹു, മുസന്നിഫ് അല്ലാത്തവർ അതിന്റെ മേൽ ചുരുക്കിയതുപോലെ അവ എന്തും ഷിഖുൻ നഫി എന്ന് പറയലായിരുന്നു യോജിപ്പ്. വസാദഹുവ, മുസന്നിഫ് കൂടുതലാക്കി,
ഷിഖൽ ഇസ്ബാത്തി, ഇസ്ബാത്തിന്റെ ഭാഗം കൂടി കൂട്ടി പറഞ്ഞു മുസന്നിഫ്. അതെന്തിനാ ചോദിച്ചാൽ തഖ്വിയത്തൻ ലിൽ ഇഅ്തിറാദി, ഇവിടെ നടക്കുന്ന എതിർപ്പിനെ ഒന്ന് ശക്തി കൂട്ടാൻ വേണ്ടിയിട്ടാണ് അതും കൂടി കൂട്ടിയോടെ കൊണ്ടുവന്നത്. വബദഅ ബിഹി, എന്നിട്ട് മുസന്നിഫ് അതുകൊണ്ടങ്ങ് തുടങ്ങി. എന്തിനാ അതുകൊണ്ട് തുടങ്ങിയെന്ന് ചോദിച്ചാല് അതില് തഖദ്ദുമി അലൻ നഫി, നഫിയേക്കാൾ മുന്തി നിൽക്കുന്നത് ഇത്ബാത്തല്ലേ, ആ നിലപാട് വെച്ചുകൊണ്ടാണ് അതുകൊണ്ട് തുടങ്ങിയത്. അപ്പൊ ഇവിടെ ഇഅ്തിറാദ് എന്താ, ലി അന്നഹു യദ്ഹറു ബിഹി അദ്മു ഇഅ്തിബാർ ഖൈദിൽ മദ്കൂരി ദാറുൽ ഹർബ്. ദാറുൽ ഹർബ് എന്ന് പറയുന്ന ഇവിടെ പറയപ്പെട്ട ഖൈദുണ്ട്, ആ ഖൈദിന് ഇവിടെ പരിഗണനയില്ല എന്നുള്ളതാണ് അതുകൊണ്ട് വെളിവാവുക. അപ്പൊ അതിനൊന്ന് ശക്തിപ്പെടുത്താൻ വേണ്ടി ബാത്ത് പറഞ്ഞു, പിന്നെ നബിയും പറഞ്ഞു. ഇങ്ങനെയൊക്കെയാണ് മുസന്നിഫ് കൊണ്ടുവന്നത്. അപ്പൊ ഈ വിഷയത്തിൽ എഴുത്തിറാദ് നടക്കുന്നത് എവിടുക്കാ മടങ്ങുക? ഇല ഖിസ്മിൽ അവ്വലി, ഒന്നാമത്തെ ഖിസ്മിലേക്ക് മടങ്ങും. ഒന്നാമത്തെ ഖിസ്മിലേക്കാണ് ഇതിലുള്ളതായ എഴുത്തിറാദിന്റെ മടക്കം. ഒന്നാമത്തെ ഖിസ്മ നമ്മൾ പറഞ്ഞത് എന്താ? 4 ഐറ്റമാണെന്ന് പറഞ്ഞു. 4 ഐറ്റത്തിൽ ഒന്നാമത്തെ വസ്ഫ് എന്നാണ്. അപ്പോ വസ്ഫിലുള്ളതായ അദ്മു തഅ്സീർ അത് തൊർദിയായിരിക്കുവെന്ന. ഇതിപ്പോ തൊർദിയല്ലേ, ദാറുൽ ഹർബ് എന്ന് പറഞ്ഞത് കൊണ്ടുവന്ന സിഫത്ത് തൊർദിയ. അപ്പോ അതിലേക്ക് മടങ്ങുന്നതാണ് ഈ മൂന്നാമത്തേൽ ഇപ്പൊ പറഞ്ഞ ഇഅ്തിറാദിന്റെ മടക്കം. കാരലി അന്നഹു മുഅ്തരിദ് യുതാലിബുൽ മുസ്തദില്ല, ഇവിടെ ലക്ഷ്യം തേടിയ ആളോട് തേടുന്നത് ബിത്തഅ്സീരി കൗനിഹി, ആ ഇത്ലാഫ് ആയിരിക്കണം. ഫി ദാറിൽ ഹർബി, ദാറിൽ ഹർബിൽ എന്തായിരിക്കണം? ഫലം വരുത്തുന്നതായിരിക്കണം എന്നതുകൊണ്ടാണ് ലക്ഷ്യം തേടുന്ന ആളോട് മുഅ്തരിദോട് ചോദിക്കുന്നത്. അപ്പൊ പിന്നെന്തായിരിക്കും? ദാറുൽ ഹർബ് തൊർദിയല്ലേ, അപ്പൊ അതിലേക്കാണ് ഇഅ്തിറാദ് പോവുക. ഔ യകൂന ലഹു, അല്ലെങ്കിൽ എന്തായിരിക്കാം? ഹുക്മിൽ അദ്മു തഅ്സീർ വരുന്ന കോലത്തില് ഒന്നിരിക്കൽ ഫായിദ ഉണ്ടാവണം. അല്ലെങ്കിൽ ഔ യകൂന ലഹു, അല്ലെങ്കിൽ അതില് ദിക്റുൽ വസ്ഫി അൽ മുസ്തമിലി അലൈഹി ഇല്ലത്തു, ഇല്ലത്ത് ചുറ്റിപ്പറ്റി നിൽക്കുന്ന വസ്ഫിനോടെ പറഞ്ഞു. അങ്ങനെ വസ്ഫിനെ പറയലിന് ഉണ്ട്. എന്തുണ്ട്? ഫായിദത്തും ദറൂരിയത്തും, ദറൂരിയായ ഒരു ഫായിദയുണ്ട്, നിർബന്ധിതമായി നിൽക്കുന്നൊരു ഫലം. അതിപ്പോ എങ്ങനെ പറയാം? ഖൗലി മുഅ്തബിരിൽ അദദി, മുഅ്തബിരിൽ അദദി ബിൽ ഇസ്തിജ്മാരി ബിൽ അഹ്ജാർ, കല്ലുകളെ കൊണ്ട് ശുദ്ധി വരുത്തുന്ന കാര്യത്തിൽ എണ്ണത്തെ പരിഗണിക്കുന്ന വാക്ക്. കല്ലുകൊണ്ട് ശുദ്ധി വരുത്തുമ്പോ അതിൽ ഇത്ര എണ്ണം വേണം എന്ന് പറയുന്നു. അങ്ങനെ പറയുന്ന ഒരാളുണ്ടാവും. ആ എണ്ണത്തെ പരിഗണിക്കുന്ന ആടെ വാക്ക് പോലെ എന്താണ് പറയാ? ഇബാദത്തും മുതഅല്ലിഖത്തും ബിൽ അഹ്ജാരി, കല്ലുകളോട് ബന്ധിച്ചു നിൽക്കുന്ന ഇബാദത്താണ് എന്ന് പറഞ്ഞു. ലം യതഖദ്ദംഹാ മഅസിയത്തുൻ, ഈ ഇബാദത്തിന്റെ മുന്നേ ഒരു തെറ്റും എന്തായിട്ടില്ല, മുന്തി വന്നിട്ടില്ല. അങ്ങനത്തതായ ഒരു ഇബാദത്താണ് കല്ലുകളുമായി ബന്ധിച്ചു നിൽക്കുന്നത്. അപ്പൊ ഇവിടെ ഫഅ്തുബിറ ഫീഹൽ അദദു, ഇങ്ങനെ ഈ കല്ലുകളുമായി ബന്ധിച്ചു നിൽക്കുന്ന ഇബാദത്തിൽ എണ്ണത്തെ പരിഗണിക്കപ്പെട്ടു. ഏതുപോലെ? കൽ ജിമാർ, ജിമാർ പോലെ. ജിമാർ എന്ന് പറഞ്ഞാൽ എന്താ? കല്ല്. ഫഖൗലുഹു, അപ്പോൾ മുസന്നിഫ് ഇവിടെ പറഞ്ഞ വാക്ക് എന്ത്? ലം യതഖദ്ദംഹാ മഅസിയത്തുൻ എന്ന് പറഞ്ഞത് അദ്മു തഅ്സീരി, അത് ഫലം വരുത്താത്തതാണ്. ഫിൽ അസ്ലി വൽ ഫർഇ, അസ്ലിലും ഫർഇലും അത് ഒരിക്കലും ഫലം വരുത്തുകയില്ല. അത് അസ്ലിലും ഫർഇലും ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, ഫലം വരുത്തുന്നില്ല. ഫഖൗലുഹു, ആര വാക്ക്? ഈ മുഅ്തബിറിന്റെ വാക്ക്. മുഅ്തബിർ ഇപ്പൊ എന്താ പറഞ്ഞത്? ഇബാദത്താണ്, കല്ലുകളുമായി ബന്ധിച്ചു നിൽക്കുന്ന ഇബാദത്താണ് എന്ന് പറഞ്ഞു. എന്ത്? മനോഹരം വരുത്തല്. അപ്പോ അതിന്റെ മുന്നിൽ എന്ത് മുന്തിയിട്ടില്ല? ദോഷം മുന്തിയിട്ടില്ല എന്ന്. ഇവിടെ മഅസിയത്ത് മുന്തിയിട്ടില്ല എന്ന് പറയുന്ന ഈ വസ്ഫ് ഉണ്ടല്ലോ, ഈ വസ്ഫ് ഇവിടെ പറഞ്ഞു. ഇവിടെ ലറൂരിയായിരിക്കുന്ന ഫായിദ, ഇവിടെ അദ്മു തഅ്സീറാപ്പത്. അസ്ലിലും ഫലല്ല, ഫർഇലും ഫലല്ല.
ലാക്കിന്നോ എങ്കിലും ഇത് മുൽത്തറുൻ നിർബന്ധമായി വന്നു. ഇല്ലാതിക്കി അതിനെ പറയലേക്ക് നിർബന്ധമായി വന്നു. അതിമിലോ അതായത് അസ്ലിലോ ഫർഇലോ ഫലം വരുത്താത്ത ഒന്നാണ് ലം യതഖദ്ദം ഹാ മഅസിയത്തുൻ എന്ന് അതതിനെ പരിഗണിക്കുന്ന ആള് പറഞ്ഞ വാക്കെങ്കിൽ, പക്ഷെ അത് പറയൽ ഇവിടെ നിർബന്ധമായി വന്നു. എന്തിനെ അങ്ങനെ പറയൽ നിർബന്ധമായി വന്നത്? ലി അല്ലാ യന്തഖില മാ അല്ലല ബിഹി, ഇവിടെ മുസ്തദിൽ അതായത് ഹുക്ം, ആ ഹുക്ം ഒരു ഹുക്കുമിനെന്തായി അതുകൊണ്ടാണ് എന്ത് ചെയ്തത് ഇല്ലത്ത് പറഞ്ഞത്. ആ ഇല്ലത്ത് പറഞ്ഞ ഹുക്കം ഏതാ? അതതിനെ പരിഗണിക്കുക എന്നുള്ളതാണ്. എന്താ അതത്? അത് ഇബാദത്ത് കൊണ്ട് ഇല്ലത്താക്കപ്പെട്ടതാണ്. അതത് കല്ലുകളുമായി ബന്ധപ്പെട്ട് നിൽക്കുക, ഇബാദത്ത് കൊണ്ട് ഇല്ലത്താക്കപ്പെട്ടതാണ് അതത്. ആ അതതിനെ പരിഗണിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ഹുക്കം. ആ ഇല്ലത്ത് പറഞ്ഞത് ആ ഹുക്കുമുള്ളത്, ആ ഇല്ലത്ത് ഇവിടെ പൊളിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടി. എപ്പോ ലൗലം യുദ്ക്കർ ഫീഹി, അതിൽ പറയപ്പെട്ടിട്ടില്ല എങ്കിൽ, അതിൽ ആ ലം യതഖദ്ദം ഹാ മഅസിർ എന്ന് പറഞ്ഞിട്ടില്ല എങ്കിൽ ഇവിടെ ഹുക്കുമുണ്ട്. ഈ ഹുക്കുമിന് ഇല്ലത്താക്കി പറഞ്ഞോട് പൊളിഞ്ഞു പോകും. അത് പൊളിഞ്ഞു പോവാതിരിക്കണമെങ്കിൽ നിർബന്ധിതമായി പറയേണ്ടി വന്നു. എന്തുകൊണ്ടാ പൊളിയുക? ബിർറജ്മി ലിൽ മുഹ്സിനി, വ്യഭിചാരി മുഹ്സിനുണ്ടല്ലോ, വിവാഹിതരായ ആളുകൾ വിഭജിച്ചാൽ അവർ എറിഞ്ഞു കൊല്ലണമെന്ന റജ്മ്. ആ റജ്മ് കൊണ്ട് എന്ത് ചെയ്യുന്നറിയാമോ? ഇവിടെ ഈ പറഞ്ഞ ഇല്ലത്തിനെ പൊളിച്ചു കളയും. അവിടെ എന്താ കാരണം? ഇന്നഹു നിശ്ചയമായിട്ടും ആ റജ്മ് ഇബാദത്തും മുതഅല്ലിഖത്തും ബിൽ അഹ്ജാരി, കല്ലുകൊണ്ടാണ് വ്യഭിചരിച്ചവനെ എറിയുന്നത്, ദാനി മുഹ്സിനെ എറിയുന്നത്. അതും തന്നെ കല്ലുകൾ കൊണ്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ഇബാദത്താണല്ലോ അത്. വലൻ യുഅ്തബറു ഫീഹൽ അദദു, അവിടെ ഇത്ര കല്ലുകൊണ്ട് എറിഞ്ഞു കൊല്ലണമെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. പിന്നെ എങ്ങനെ മനോഹരം ചെയ്യുന്നിടത്തും ഇത്ര കല്ല് എന്ന് പരിഗണിക്കുക? അപ്പോ അങ്ങനെ പറഞ്ഞുകൊണ്ട് ഇതിനെ പൊളിക്കൽ വരും. അപ്പൊ ആ പൊളിക്കൽ ഇല്ലാതിരിക്കണമെങ്കിൽ എന്ത് വേണം? ലം യതഖദ്ദം ഹാ മഅസിയത്തുൻ എന്ന് പറയണം. അത് മുത്തസീറാണ്. പക്ഷെ പറഞ്ഞതിന് ഫായിദ എന്താണ്? ഈ വസ്തുത പറഞ്ഞപ്പോ അത് നിർബന്ധിതമായൊരു ഫായിദ വന്നു, അതുകൊണ്ട് പറഞ്ഞതാണ്. അല്ലെങ്കിൽ ഫായിദയുണ്ട് ഔ ഗൈറു ലറൂരിയത്തിൻ, ലറൂരിയത്ത് അല്ലാത്തൊരു ഫലമായിരിക്കും. ഫായിദയുണ്ട്, ലറൂരിയല്ല. അപ്പോ ലറൂരിയത്തു, ലറൂരിയത്തിനെ പൊറുക്കപ്പെട്ടിട്ടില്ല എങ്കിൽ, അതായത് എങ്ങനെ? ആ ലറൂരിയത്തിന്റെ മഹല്ലില് എന്താവുക? ഇത്രാ നടത്താൻ പറ്റുക. അതാണ് ലറൂരിയത്ത് കൊണ്ട് പൊറുക്കപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞത്. അങ്ങനെ അവിടെ ഇത്രാ നടത്താൻ പറ്റുമെങ്കിൽ ലം തുഅ്തഫർ, എന്നാ പിന്നെന്താവൂല? ലറൂരിയത്തിനെ പൊറുക്കപ്പെട്ടിട്ടില്ല എങ്കിൽ ഹാദിഹി ബി ത്വരീഖിൽ ഔല, എന്നാ പിന്നെ ഏറ്റവും ബന്ധമായ ഒരു ത്വരീഖ് കൊണ്ട് ഇതിനെന്താവൂല? പൊറുക്കപ്പെടില്ല. ലറൂരിയത്തിനെ പൊറുക്കണില്ല. ലറൂരിയത്തിനെ പൊറുക്കുന്നില്ല എങ്കിൽ പിന്നെന്താണ് ഇവിടെ ഇതിന് പൊറുക്കപ്പെടാൻ? എന്തായാലും ഏറ്റവും വലിയ ബന്ധമായ വഴി പ്രകാരം നോക്കുമ്പോൾ ത്വരീഖുൽ ഔല കൊണ്ട് ഇതിനെ പൊറുക്കപ്പെടുകയില്ല. അതാണ് ഗൈറു ലറൂരിയത്ത്. പൊറുക്കപ്പെടുന്നില്ല എങ്കിൽ ഇല്ല, അങ്ങനെയല്ല, ലറൂരിയത്തിനെ പൊറുക്കപ്പെടുന്നുണ്ട് നോക്കുക. എന്നാ പിന്നെ ഞാൻ എന്താണ് പറയാ? തറദ്ദുദായിട്ട് നിൽക്കും. തറദ്ദുദാണ്. അപ്പൊ പൊറുക്കപ്പെടുന്നില്ല എങ്കിൽ പൊറുക്കപ്പെടില്ല എന്ന് വെച്ച് ത്വരീഖുൽ ഔലയേറ്റ്, അല്ല പൊറുക്കപ്പെടുന്നുണ്ട് ലറൂരിയത്തിനെ, എന്നാ പിന്നെ തറദ്ദുദായി നിൽക്കും. ഐ വൈന ഇത്തഫറത്തുൽ ലറൂരിയ വൈന ഉത്തിഫറത്തുൽ ലറൂരിയത്തു, ലറൂരിയത്തിനെ പൊറുക്കപ്പെടുകയാണ് എങ്കിൽ അവിടെ തറദ്ദുദ എന്ന് പറഞ്ഞാൽ വഖീല പറയപ്പെട്ടു യുഅ്തബറു ഗൈറുഹ, എന്നാ പിന്നെ ലറൂരിയത്ത് അല്ലാത്തിനെയും പൊറുക്കപ്പെടുന്നതാണ്. അയ്ദൻ ലറൂരിയത്തിനെ പൊറുക്കപ്പെടുന്നത് പോലെ വഖീല പറയപ്പെട്ടിട്ടുണ്ടില്ല, പൊറുക്കപ്പെടുകയില്ല എന്നുണ്ട്. ഇനി ഇതിനൊരു ഉദാഹരണം വെക്കാം നമുക്ക്. മിസാലുഹു, ഈ പറഞ്ഞതിന്റെ ഉദാഹരണം അൽ ജുമുഅത്തു, ജുമുഅ നിസ്കാരം, സലാത്തും മഫ്റൂളത്തുൻ, ഫറലായി നിശ്ചയിക്കപ്പെട്ട നിസ്കാരമാണ്. ഫലം തഫ്തഖിർ ഫി ഇഖാമത്തിഹ, എങ്കിൽ ആ ജുമുഅ നിർത്തുന്നതിലേക്ക് ആവശ്യമില്ല. എന്ത്? ആ ജുമുഅ ആവശ്യമായി വന്നിട്ടില്ല ജുമുഅ നിർത്തലിൽ. ഇലാ ഇദ്നിൽ ഇമാമിൽ ആലമി, ഭരണകൂടത്തിലെ ഒരു ഇമാമിന്റെ സമ്മതത്തിലേക്ക് ആവശ്യം വന്നിട്ടില്ല.
ഏതുപോലെ ഈ ജുമാന്റെ അവസ്ഥ കല്ലുഹരി ലുഹറ് പോലെയാണ് എന്ന് പറഞ്ഞാൽ ഫഇന്ന മഫ്റൂളതൻ നിശ്ചയമായിട്ടും ലുഹറിന്റെ ആ മഫ്റൂളത്ത് ഹശ്വുൻ അതിവിടെ ഇടയിൽ കൊണ്ടെന്ന് അർത്ഥതാ. ലുഹറ് പോലെ ജുമുഅ നിസ്കാരം എന്നിട്ട് മഫ്റൂളത്ത് എന്ന് പറഞ്ഞു. അതിന്റെ ഇടയിൽ മഫ്റൂളത്തോടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ മഫ്റൂളത്ത് കൊണ്ടുവന്നത് ഹശ്വാണ്. കാരണം ലോ ഹുദിഫ കളയപ്പെടുകയാണ് എങ്കിൽ മിമ്മ ഉല്ലില ബിഹി ആ ഒന്നുകൊണ്ട് ഇല്ലത്ത് പറയപ്പെട്ടു. അതിന് അങ്ങനെ ഇല്ലത്ത് പറയപ്പെട്ടു. ആ ഇല്ലത്ത് പറയപ്പെട്ടതിൽ നിന്ന് കളയപ്പെടുകയാണ് എങ്കിൽ ലം യന്തഖിൽ എന്നാ അതിൽ ബാക്കിയുള്ളത് പൊളിഞ്ഞു പോകൂല ബിഷയിൻ ഒന്നുകൊണ്ടും പൊളിഞ്ഞു പോവില്ല. അതാണ് ഇവിടെ ഹശ്വ് എന്ന് പറയാൻ കാരണം. അതായത് ഈ മഫ്റൂത്താണുണ്ടല്ലോ, അപ്പൊ അതുകൊണ്ട് ഇല്ലത്ത് പറയപ്പെട്ടു. ആ ഇല്ലത്ത് പറയപ്പെട്ട മഫ്റൂദിനെ കളഞ്ഞു നോക്കുക. എന്നാ ബാക്കി ഇനി ഇവിടെ എന്തുണ്ട്? അൽ ജുമാഅത്തു സലാത്തുൻ ഫലൻ തഫ്തഖിർ ഇലാ ഇദ്രിൽ ഇമാമി കൽഹുരി എന്ന് പറഞ്ഞ എന്താ കുഴപ്പം? ഒന്നുമില്ല. അപ്പൊ അതിൽ നിന്നൊന്നും എന്താവുകയില്ല, ബാക്കിയുള്ളടക്കും പൊളിഞ്ഞു പോയിട്ടില്ല. പിന്നെ എന്തിനു മഫ്റൂത്ത് പറഞ്ഞു എന്നാ അത് ദുഃഖ പറയപ്പെട്ടത് ലിതഖരീബിൽ ഫർഇ മിനൽ അസ്ലി ഫർഇനെ ഒന്ന് അസ്ലിനോട് അടുപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാ. ഫർഇനെ അസ്ലിനോട് ലുഹർ അസ്ലി ഫർഇ ജുമുഅ അല്ലേ, അതിനടുപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാ. എന്തുകൊണ്ട്? ബിത്തഖ്വിയത്തി ശബഹി ബൈനഹുമാ ഇത് രണ്ടിന്റെയും ഇടയിലുള്ള സാദൃശ്യത്തെ ശക്തിപ്പെടുത്തിക്കൊണ്ട് അടുപ്പിക്കുക. കാരണം എന്താ? ഇതിൽ ഫറല് ജുമയും ഫറലാണ്, ബിൽ ഫറലി ലുഹറും ഫറലാണ്. അപ്പൊ ഫറലിനോട് തുല്യപ്പെടുത്തുക. അഷ്ബഹു അത് ഏറ്റവും തുല്യമായതാണ് ബിഹി ആ ഫറലിനോട് മിൻ ഗൈരി ഫറൽ അല്ലാത്തതിനേക്കാൾ. അപ്പൊ ഫറലിനോട് തശ്ബിയാക്കുക എന്നുള്ളത് ഫറൽ അല്ലാത്തതിന് തശ്ബിയാക്കുന്നതിനേക്കാളും നല്ലത് ഇതല്ലേ. അതുകൊണ്ട് മഫ്റൂത്ത് പറഞ്ഞു എന്നേ ഉള്ളൂ. അല്ലാതെ ഒരു ഫായിദയും അവിടെ ഇല്ല. ഫായിദ ലറൂരിയായ ഫായിദയല്ല, അത് നിർബന്ധമൊന്നുമില്ല. ഇങ്ങനെയാണ് എന്റെ കോലം. ഇനി നാലാമത്തെ കോലം അറാബിഉ നാലാമത്തെ ഇനം അദ്മു തഅ്സീരി ഫിൽ ഫർഇ ഫർഇൽ തഅ്സീരില്ലാതിരിക്കുകയാണ്. ഒന്നാമത്തത് വസ്ഫ്, രണ്ടാമത്തത് അസ്ല്, മൂന്നാമത് പറഞ്ഞത് എന്തിനാണ്? നമ്മൾ പറഞ്ഞത് മൂന്നാമത്തത് പിന്നെ ഹുക്മില്. ഇനി നാലാമത്തത് പറയുന്നത് നാലാമത്തെ വകുപ്പ് അദ്മു തഅ്സീരി ഫിൽ ഫർഇലാണ്. ഫഖീസ് മിസ്ൽ അൻ യുഖാല അതിന്റെ ഉദാഹരണം പറയപ്പെടുക. ഈ തസ്വീജുൽ മർഅത്തി നഫ്സഹ ഒരു പെണ്ണ് സ്വന്തം അവളുടെ ശരീരത്തിൽ കല്യാണം കഴിച്ചു കൊടുത്തു. അതിൽ എന്ത് പറഞ്ഞു? സവ്വജത്ത് നഫ്സഹ അവളുടെ ശരീരത്തെ കെട്ടിച്ചു കൊടുത്തു. ബി ഗൈരി കുഫിൻ ജോഡി വെക്കാത്ത ഒരാൾക്ക് കുഫു വെക്കാത്ത ഒരാൾ കെട്ടിച്ചു. എന്നാൽ ഫലൗ യസിഖു ആ വിവാഹം ശരിയായിട്ടില്ല. ഏതുപോലെ? കമാലോ സുവ്വിജത്ത് ബിൽ ബിനായിൽ മഫ്ഊൽ മജ്ഹൂലാക്കി വായിക്കുക. ഐ സവ്വജഹൽ വലിയോ എന്ന് വായിക്കുക. ബി ഗൈരി കുഫിൻ അവളെ വലിയ കുഫു വെക്കാത്തോളാക്ക് കെട്ടിച്ചു കൊടുത്താൽ ശരിയാവാത്തത് പോലെ തന്നെ അവൾ സ്വയം ഒരു കുഫു വെക്കാത്ത ആൾക്ക് കെട്ടിച്ചാൽ എന്താവുകയില്ല, ശരിയാവുകയില്ല എന്ന് പറഞ്ഞു. ഒരു പെണ്ണ് സ്വന്തം വിവാഹം ചെയ്തു കൊടുത്തേല്. അപ്പൊ ഇവിടെ എന്താ ഉണ്ടായത്? ഇവിടെ ഏതാ ഫറ് ഏതാ അസ്ല്? സവ്വജത്ത് നഫ്സാ ബി ഗൈരി കുഫ് എന്ന് പറഞ്ഞില്ലേ, ഇതാണ് ഇപ്പൊ ഫറ്. എന്നിട്ടല്ലോ കമാലോ സുവ്വിജത്ത് അത് അസ്ലും. ഇവിടെ ഫറയില് അത് മുത്തീറാണ്. ഓവർ റാബിയോ നോക്ക, ഓവർ റാബിയോ ഇത് അയ നാലാമത്തേത് കസാനി രണ്ടാമത്തത് പോലെയാണ്. നമ്മൾ രണ്ടാമത് എണ്ണിയല്ലോ, ഒന്ന് വസ്ഫ് പറഞ്ഞു, രണ്ട് അസില്. അസിൽ ഇപ്പൊ എങ്ങനെയുണ്ട്? അത് മുത്തീർ അതുപോലെയാണ് ഇപ്പൊ ഇവിടെ നാലാമത്തത്. കാരണം ഇതില അസറ ഫി മിസാലിഹി ഈ നാലാമത്തതിന്റെ ഉദാഹരണത്തിൽ ഒരു ഫലമല്ല. എന്തിന്? ലിത്തഖീദി ബി ഗൈരി കുഫി കുഫ് വെക്കാത്തത് ഇവിടെ പറഞ്ഞല്ലോ. ആ ഗൈറു കുഫ് കൊടുത്തു ഇവിടെ കൈത്. അങ്ങനെ കൈദിന് വല്ല സ്ഥാനം ഇവിടെ ഉണ്ടോ? ഇല്ല.
അതല്ലേ ഫറൽ കാട്ടി സവ്വജത്ത് നഫ്സഹ ബി ഗൈരി കുഫിഇൻ എന്നാണ്. ഇവിടെ ബി ഗൈരി കുഫിഇൻ എന്ന ഖൈദ് കൊണ്ട് യാതൊരു ഫലം ഇവിടെ ഇല്ല. അതാണല്ലോ പറയുന്നത്. ഫൽ മുദ്ദഅ കാരണം ഇവിടെ വാദിക്കപ്പെടുന്നത് എന്താ? അന്ന തസ്വീജഹ നഫ്സഹ ഒരു പെണ്ണ് അവളുടെ സ്വന്തം ശരീരത്തെ അവൾ തന്നെ കെട്ടിച്ചു കൊടുക്കുക. ലാ യസിഹു മുത്ലഖൻ അത് സ്വാഭാവികം നിരുപാധികമായാലും എങ്ങനെ ആയാലും എന്താണ് ശരിയാകൂല എന്നുള്ളതാണ്. പിന്നെ ഇപ്പൊ ഇതുകൊണ്ട് സ്ഥാനമില്ല. ഏതുപോലെ കമ ല അസറലി തഖീരി മിസാലി സ്ഥാനി രണ്ടാമത്തെ ഉദാഹരണത്തിൽ ആ ഖൈദിന് യാതൊരു സ്ഥാനമില്ലല്ലോ. ബി കൗനി ഗൈറ മർഇയ്യിൻ അതാണ് രണ്ടാമത്തത്. എന്തുകൊണ്ട്? അസില് പറഞ്ഞത് എന്താണ്? മർഇയാവാത്ത ഒരു സാധനത്തെ വിറ്റു. മർഇയാവാത്ത ഒരു സാധനത്തെ വിറ്റത് കൊണ്ട് എന്താവൂല? കച്ചവടം ശരിയാവൂല എന്നവിടെ പറഞ്ഞിട്ടുണ്ട്. അവിടെ മർഇ ആവാത്തത് എന്ന് പറഞ്ഞുകൊണ്ട് എന്താ കാര്യം? ഒരു കാര്യം അവിടെ അല്ല എന്നതുപോലെ തന്നെ ഇവിടെയും കൈതോർത്തി യാതൊരു സ്ഥാനമല്ല. വൈൻകാന നഫി അല്ല സരിഹുന ഇവിടെ അസറാണ് നഫി ചെയ്തത്. എന്തിലേക്ക്? ബിൻ നിസ്ബത്തിൽ ഫർഇ ഇവിടെ ഫർഇലേക്ക് നോക്കിയിട്ട് അസറിന് നഫി ചെയ്തു. ഹുനാക അസിലോ ബിൻ നിസ്ബത്തിൽ അസ്ലി അസിലേക്ക് നോക്കിക്കൊണ്ട് അവിടെ അസറിനെ നഫി ചെയ്തു. ഫർഇലേക്ക് നോക്കിയിട്ട് ഇവിടെ അസറിനെ നഫി ചെയ്തു. ഈ ഒരു മാറ്റേ ഉള്ളൂ. രണ്ടും ഏകദേശം ഒന്ന് തന്നെയല്ലേ. അപ്പൊ ഇവിടെ ഖൈദ് കൊടുത്ത് യാതൊരു സ്ഥാനവുമില്ല. ബി ഗൈരി കുഫിൻ എന്നില്ല വേണ്ട. എങ്ങനെയായാലും അവളുടെ ശരീരത്തെ വിവാഹം ചെയ്തു കൊടുത്തു. കുഫു ഒത്താക്കാനും വേണ്ടില്ല അല്ലെങ്കിലും വേണ്ടില്ല. ആ വിവാഹം ശരിയേ അല്ല എന്നുള്ളതാണ്. വയർജുഹാദ ഈ പറഞ്ഞ നാലാമത്തെ ഈ ഖിസ്മ് മടങ്ങുക ഇനൽ മുനാഖശത്തി ഫിൽ ഫർളി ഫറദിലുള്ള തർക്കത്തിലേക്കാണ് മടങ്ങുക. വഹുവ എന്താണ് ആ ഫറദ്? അയൽ ഫറദ് തഖ്സീസു ബഅദി സുവരിൻ നിസാഇ തർക്കിക്കപ്പെടുന്ന ചില രൂപങ്ങളുണ്ട് അവകളെ പ്രത്യേകമാക്കുക. ബിൽ ഹിജാജി ലക്ഷ്യങ്ങൾ കൊണ്ട് എന്താവുക? പ്രത്യേകമാക്കുക. അതാണ് ഇവിടെ ഫർദ് എന്ന സങ്കല്പം. ഏതുപോലെ കമാ ഫുഇല ഫിൽ മിസാൽ മദ്കൂരി ഇപ്പൊ നമ്മളിവിടെ പറഞ്ഞില്ലേ സവ്വജത്ത് നഫ്സ എന്നൊക്കെ പറഞ്ഞ ഉദാഹരണം നാലാമത്തിന് ഈ ഉദാഹരണങ്ങൾ പ്രവർത്തിക്കപ്പെട്ടതുപോലെ. കാരണം ഇതിൽ മുദ്ദഅ ഫീഹി ആ ഉദാഹരണത്തിൽ വാദിക്കപ്പെടുന്നത് എന്താ? മൻഉ തസ്വീജുൽ മർഅത്തി നഫ്സഹ മുത്ലഖൻ എന്നല്ലേ. ഒരു പെണ്ണ് അവളുടെ സ്വന്തം ശരീരത്തെ കെട്ടിച്ചു കൊടുക്കാൻ പാടില്ല, അത് മുത്ലഖാണ്. ഇതാണ് ഇവിടുത്തെ വാദം. ഇത് കാട്ടിക്കൂട്ടിയത് പോലെ ചില രൂപങ്ങളിലൂടെ തെളിവ് വെച്ചുകൊണ്ട് എന്താവുക? പ്രത്യേകമാക്കുക എന്നുള്ളതാണ് ഫറദ്. അപ്പൊ ഫറദിലുള്ള ഒരു തർക്കത്തിലേക്ക് മടങ്ങുമെന്ന് പറഞ്ഞ് ഇതാണ് വൽ ഇസ്തിദ്ലാലു അല മൻഇഹി ആ തസ്വീജ് പാടില്ല എന്നതിന്റെ മേലിലുള്ള ഇസ്തിദ്ലാല് ബിഗൈരി കുഫിഇൻ കുഫുവക്കാത്തത് കൊണ്ടാണ് ആ മന്ന് ഉണ്ടായത്. അതിന്റെ മേലുള്ള ഇസ്തിദ്ലാല് വാവ് ഹാലാക്ക എത്തരത്തിൽ ഇസ്തിദ്ലാൽ എന്താണ്? ആ മൻഇ ചെയ്യലുകൾ ഇസ്തിദ്ലാല് കുഫുവത്തില്ല എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെയുള്ളതായ ഒരു ചില രൂപങ്ങൾ ഉണ്ടാകും. ഇത്തരം രൂപങ്ങളിലേക്ക് മടങ്ങുന്നതാണ് നമ്മൾ ഈ പറഞ്ഞ നാലാമത്തെ ഖിസ്മ്. ആവട്ടെ വൽ അസഖു ഇതിൽ ബലപ്പെട്ട അഭിപ്രായം അവിടെ ഫറദ് സങ്കല്പിക്കുന്നതിൽ മുനാഖശ തർക്കമുണ്ട് എന്നല്ലേ. എന്നാ തർക്കത്തിന് ബലപ്പെട്ട അഭിപ്രായം നോക്കുക ജവാസുഹു അങ്ങനെ സങ്കല്പിക്കാൻ പറ്റും. മുത്ലഖൻ നൽക്ക് ആ ഫറദ് പറ്റും എന്നുള്ളതാണ്. കൈതൊന്നുമില്ല. വക്കീല പറയപ്പെട്ടിട്ടുണ്ടില്ല പറ്റൂല, അത് പറ്റുകയില്ല എന്നുള്ളതാണ്. എന്നാ മൂന്നാം കൗൽ എന്താ പറയുന്നത്? സാലിസുക മൂന്നാമത്തെ കൗല് യജൂസു ഫർദ് അങ്ങനെ സങ്കല്പിക്കാൻ പറ്റും. ബിഷറത്തിൽ ബിനാഇ എന്താ നിബന്ധന? ബിനാ എന്ന് പറയുന്ന ഒരു ഷർത്ത് അവിടെയാണ്. എന്താ ബിനാ? ഐ ബിനായ ഗൈരി മഹല്ലിൽ ഫർദ് അലൈഹി ഇവിടെ സങ്കല്പിച്ച ഫറലുണ്ടല്ലോ ആ ഫറലിന്റെ മഹല് അല്ലാത്തതിനെ ഇതിന്റെ മേലെടുക്കണം. ഫറല് ഇവിടെയുള്ള ഫറല് ഇതല്ലാത്തതിനെ ഇതിന്റെ മേൽ എടുക്കണം. അങ്ങനെ ആക്കുമ്പോഴേ ഫറല് പറ്റുകയുള്ളൂ. അതെങ്ങനെ ആക്കല്? കഴിഞ്ഞു കാസാലേഹി ഇതിന്റെ മേൽ മറ്റൊന്നിനെ ഖിയാസാക്കുക. അതെന്നെ ബി ജാമ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടാൻ പറഞ്ഞ ജാമ്യമുണ്ട്.
അല്ലെങ്കിൽ യുക്കാല പറയപ്പെടുക സബത്തൽ ഹുക്കുമു ഹുക്കും എന്തായെന്നറിയാമോ സ്ഥിരപ്പെട്ടു ഫീ ബാദി സുവരി ചില രൂപങ്ങളിൽ ഹുക്കുമുണ്ട് അപ്പൊ ഫൽ യസ്ബുതു ഫീ ബാഖിഹ അതിന്റെ ബാക്കി നിൽക്കുന്ന രൂപങ്ങളിൽ ആ ഹുക്കും സ്ഥിരപ്പെടട്ടെ എന്ന് പറയപ്പെടുക. ഇത് ലാ ഖായില ബിൽ ഫർഖി ഇങ്ങനെ ഫർക്ക് കൊണ്ട് പറഞ്ഞ ആളിവിടെ ഇല്ലല്ലോ. വഖദ് ഖാല ബിഹി ഇതുകൊണ്ട് പറഞ്ഞിരിക്കുന്നത് ഹനഫിയാക്കളാണ്. ഫിൽ മിസാൽ മദ്കൂരി പറയപ്പെട്ട ഉദാഹരണത്തിൽ ഹൈസ് സവ്വജു തസ്വീജഹ നഫ്സാ മിൻ കുഫിഇൻ കുഫു വെക്കുന്ന ഒരാളോട് സ്വന്തം ശരീരത്തെ ഒരു പെണ്ണിന് വിവാഹം ചെയ്തു കൊടുക്കൽ ജായിസ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആര്? ഹനഫിയാക്കള്. അവര് മാത്രമാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഇവിടെ ഒന്നിരിക്കൽ ബാദിൽ ഹുക്കുമുണ്ടാകും ബാക്കിയുള്ള ഹുക്കും സ്ഥിരപ്പെടണം എന്ന് പറയുക. ഇങ്ങനെ സങ്കല്പിക്കാനും പറ്റും എന്നുള്ളതാണ്. ഖിയാസാക്കിയിട്ടൊക്കെ പറ്റും. ഇങ്ങനെയുള്ള വിഷയങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ വിഷയം കഴിഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ള എന്താവും ഖവാദിഹി ഇല്ലത്തായി വരാൻ പറ്റാതിൽ പെട്ടതാണ് അൽ ഖൽബു. ഖൽബി എന്ന് പറയുന്നൊരു പരിപാടിയുണ്ട്. ഖൽബ് എന്ന് പറഞ്ഞ ഹൃദയം എന്നർത്ഥമുണ്ട്. അതല്ല ഇവിടെ. ഓഹുവ ഖൽബ് എന്ന് പറഞ്ഞാൽ ദഅവൽ മുഅ്തരിദി ഇത്റാദ് കൊണ്ടുവരുന്ന ആള് വാദിക്കലാ. എന്താണ് വാദം? അന്ന മസ്തദല്ല ബിഹിൽ മുസ്തദില്ലു ഫിൽ മസ്അലത്തിൽ മുതനാസിഅ ഫീഹാ രണ്ടുപേരും തർക്കിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മസ്അലയുണ്ട് ഇവിടെ. ആ മസ്അലയിൽ അത് സ്ഥാപിക്കുവാൻ വേണ്ടി കൊണ്ടുവന്ന മുസ്തദില് അയാൾ ലക്ഷ്യം എന്താണോ കൊണ്ടുവന്നതെങ്കിൽ ആ കൊണ്ടുവന്നതായിരിക്കുന്ന ആ ലക്ഷ്യത്തിനെ എന്താക്കുക എന്നറിയാമോ? എതിർക്കുന്ന ആൾ വാദിക്കുക. അലാ ദാലിക്കൽ വജ്ഹി അതേ വജ്ഹിന്റെ മേൽ എന്ന് പറഞ്ഞാൽ ഈ കൈഫിയത്തിൽ ഇസ്തിദ്ലാലി ലക്ഷ്യത്തിന്റെ രൂപത്തിലായ നിലയിൽ അതാണ് അതേ വജ്ഹ്. ലക്ഷ്യത്തിന്റെ രൂപത്തിലായ നിലയിൽ തന്നെ മുഅ്തരിദ് വാദിക്കുക. അല്ലെ മുസ്തദിലിന്റെ മേലിൽ കേടായിട്ട് വാദിക്കുക. അപ്പോ ഇവിടെ ഒരു മസ്അലയുണ്ട്. ആ മസ്അല സ്ഥാപിക്കുകയാണ് മുസ്തദിലിന്റെ പണി. അയാൾ കൊണ്ടുവന്ന ദലീൽ അവിടെ ഉണ്ട്. അതേ ദലീൽ എടുത്തുകൊണ്ട് മുസ്തദിന് നേരെ എതിരായിട്ട് ആര് വാദിക്കുന്നു? മുസ്തദിലിനെ എതിർക്കുന്ന മുഅ്തരിദ് വാദിക്കുന്നു. ലാ ലഹു അവന് ഗുണമായിട്ടല്ല, അവന് എതിരായിട്ടാണ് മുഅ്തരിദ് വാദിക്കുന്നത്. അതാണ് ഖൽബ്. ഇൻ സഹ ദാലിക്കൽ മുസ്തദില്ലു ബിഹി അപ്പോ മുസ്തദില് ഇവിടെ കൊണ്ടുവന്ന ദലീൽ എടുത്തുകൊണ്ട് തന്നെ മുഅ്തരിദും വാദിക്കുന്നു. അപ്പൊ മുസ്തദില് കൊണ്ടുവന്നതായ ദലീൽ ശരിയാവുകയാണ് എങ്കിൽ മുഅ്തരിദിന്റെ വാദം ആർക്ക് അനുകൂലമല്ല? മുസ്തദിലിന് അനുകൂലമല്ല, മുസ്തദിലിന് നേരെ എതിരായിട്ടാണ്. ഒമിൻ സമ്മ ഐ മിൻ ഹുന ഖൗല ഇൻ സഹ എന്ന് പറഞ്ഞാൽ അപ്പൊ ഈ കാരണത്തിന് വേണ്ടി മുസ്തദില് കൊണ്ടുവന്ന ആ മുസ്തദില്ലു ബിഹി ഉണ്ടല്ലോ, മുസ്തദല്ലു ബിഹി ഏതൊന്നുകൊണ്ടാണോ ലക്ഷ്യമാക്കപ്പെടുന്നെങ്കിൽ അത് ശരിയാവുകയാണ് എങ്കിൽ അംകനമഴഹു അതോടുകൂടെ സൗകര്യമായി ഏതോടുകൂടെ ഖൽബോടുകൂടെ. ഇവിടെ ഖൽബ് മുസ്തദില് കൊണ്ടുവന്ന ദലീലിനെ മാറ്റിമറിച്ച് കൊണ്ടുവരികയാണ്. ആര്? മുസ്തദിന്റെ നേരെ മേലിൽ കേടാക്കിയിട്ട് വാദിക്കുകയാണ് അതേ ദലീൽ എടുത്തുകൊണ്ട് മുഅ്തരിദ്. അങ്ങനെ ആ മുസ്തദല്ലു ബി ശരിയാവുകയാണ് എങ്കിൽ ഇവിടെ എന്തുകൂടി? ഖൽബോടുകൂടെ സൗകര്യമായി തസ്രീമു സിഹ്ഹത്തിഹി മുസ്തദില് കൊണ്ടുവന്ന ആ ദലീല് ലക്ഷ്യം ശരിയാണ് എന്ന് സമ്മതിക്കലായി. അങ്ങനെ ഉണ്ടായി. വക്കീല പറയപ്പെട്ടിട്ടുണ്ട് ഹുവ അയൽ ഖൽബു ഈ ഖൽബ് തസ്ലീമുൽ സിഹ്ഹത്തി സിഹ്ഹത്തിന് സമ്മതിക്കലാണ്. മുത്ലഖൻ നൽക് അവിടെ ഖൈദൊന്നുമില്ല. ഐ സിഹ്ഹത്തു മുസ്തദല്ല ബിഹി ഏതൊന്നുകൊണ്ടാണോ മുസ്തദില് ലക്ഷ്യമാക്കി കൊണ്ടുവന്നു അതേ ഇസ്തിദ്ലാല് സിഹ്ഹത്തിനെ സമ്മതിക്കുക. സവാ അൻ കാന സഹീഹൻ അംല ആ മുസ്തദല്ലു ബിഹി ശരിയാണോ അല്ലയോ നോക്കേണ്ട ആവശ്യമില്ല, ഇസ്തിദ്ലാൽ ശരിയാണ് എന്ന് സമ്മതിക്കലാണ്. വക്കീല പറയപ്പെട്ടിട്ടുണ്ട് ഹുവ ഖൽബ് ഇഫ്സാദുല്ലഹു അത് ഇസ്തിദ്ലാലിനെ ഫസാദാക്കുകലാണ് എന്ന മുത്ലഖൻ നൽക്. അവിടെ സഹിയായാലും വേണ്ടില്ല ഇല്ലെങ്കിലും വേണ്ടില്ല. ഖൽബ് എന്ന് പറഞ്ഞാല് സമ്മതിക്കലല്ല, ഫസാദാക്കലാണ്. കാരണം അന്നൽ ഖാലിബ ഈ മറിക്കുന്ന ആള് അഥവാ എതിർക്കുന്ന ആള് മിൻ ഹൈസു ജഅലഹു അലൽ മുസ്തദില്ലി മുസ്തദില്ലിന്റെ മേലിൽ
മുസ്തദില് കൊണ്ടുവന്നതായ ആ ഇല്ലത്തിനെ ആക്കി ആരുടെ മേല് മുസ്തദിലിന്റെ മേലില് കേടാക്കി കൊണ്ട് മുസ്തദില് കൊണ്ടുവന്ന അതേ ദലീലിനെ ഈ ഖാലിബ് ആക്കി. അങ്ങനെ ആക്കുന്നിടത്ത് ഈ ഖാലിബിന്റെ പണി എന്തായി? മുസല്ലിമുൻ ലിസിഹ്ഹതിഹി, അവിടെ ആ മുസ്തദില് കൊണ്ടുവന്നത് ശരിയാണ് എന്നതാക്കലായല്ലോ, അത് സമ്മതിക്കലായി. അതാണ് പറഞ്ഞത്. വഇല്ലം യകുൻ സഹീഹൻ, ആ കൊണ്ടുവന്ന ഇല്ലത്ത് ശരിയായിട്ടില്ലെങ്കിൽ പോലും വമിൻ ഹൈസു ലം യജ്അൽഹു ലഹു, ഇനി മുസ്തദില് കൊണ്ടുവന്നതായ ആ ദലീലിനെ മുഅ്തരിദ് അഥവാ ഖാലിബ് അവന് അനുകൂലമായി ആക്കാത്തയിടത്ത്, അങ്ങനെ ആക്കിയിട്ടില്ല, അങ്ങനെ അനുകൂലമായി ആക്കാത്തയിടത്ത് എന്താണ്? മുഫ്സിദുൽ ലഹു. അപ്പൊ ഖാലിബ് എന്താവുകയാണ്? ആ മുസ്തദിലിന്റെ ദലീലിനെ ഫസാദാക്കുകയാണ്. വൈകാര സ്വഹീഹൻ, അത് ശരിയാണ് എങ്കിലും, ആ ദലീൽ മുസ്തദിൽ ബിഹി ശരിയാണെങ്കിൽ പോലും അതിനെ ഫസാദാക്കുകയാണ് ഖാലിബിന്റെ പണി. അലാ കിരൽ ഖൗലൈനി, ഇവിടെ ഈ പറഞ്ഞ രണ്ട് ഖൗല്, ഒന്ന് ഫസാദ് അല്ലെങ്കിൽ മുത്ലഖ് എന്നർക്ക് തസ്ലീം, ഈ രണ്ട് ഖൗല് പ്രകാരവും ലാ യുദ്കറു ഫിൽ ഹദ്ദി, ഇവിടെ തഹരീഫ് അറിയുമ്പോൾ ആ തഹരീഫിൽ പറയപ്പെടൂല ഖൗലുഹു ഇൻ സ്വഹ, മുസന്നിഫിന്റെ ഇൻ സ്വഹ എന്ന ഖൗല് ഈ രണ്ടഭിപ്രായ പ്രകാരം പറയാൻ പറ്റൂല എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അത് വേറെ വിഷയം. പിന്നെ ഇനി പറയാനുള്ള എന്താ? വഅലൽ മുഖ്താരി, എന്നാൽ നമുക്ക് ഇവിടെ ബലപ്പെട്ട അഭിപ്രായം എന്താ നോക്കുക. ബലപ്പെട്ട അഭിപ്രായ പ്രകാരം എന്താ പറയാ? മിൻ ഇംകാനി തസ്ലീമി മഅൽ ഖൽബി, ഖൽബോടുകൂടെ സമ്മതിക്കൽ സൗകര്യമാകുമെന്നല്ലേ പറഞ്ഞത്. അതിൽ മുഖ്താറായത് ഫഹുവ മഖ്ബൂലുൻ, അപ്പൊ ഇത് സ്വീകരിക്കപ്പെടുന്നതാണ്. ആരുടെ വാക്ക്? മുഅ്തരിദിന്റെ വാക്ക്. സ്വീകരിക്കപ്പെടുന്നതും മുആറദത്തുൻ, എതിർക്കപ്പെടുന്നതുമാണ്, രണ്ടും കൂടിയാ. എപ്പോ? എന്ത തസ്ലീമി, സമ്മതിക്കുന്ന അവസരത്തിൽ, ഖാദിഉൻ ഇന്ദ അദ്മിഹി, സമ്മതിക്കുന്നില്ല എങ്കിൽ അത് ഇല്ലത്ത് മോശവുമാണ് എന്നാണ് നമുക്ക് ഇവിടെ ഈ വിഷയത്തിൽ സംസാരിക്കാനുള്ളത്. മനസ്സിലായില്ലേ? ഇവിടെ പറഞ്ഞപ്പോ എന്താ അറിയോ? ഇവിടെ പറഞ്ഞത് കൽബാണ്. കൽബ് ഖാദിയിൽപ്പെട്ട ഒന്നാണ്. ഈ കൽബ് കൊണ്ടുവരുമ്പോൾ എന്താ? കൽബ് മുസ്തദില് കൊണ്ടുവന്നതായ ദലീലിനെ അതേ ദലീൽ എടുത്തുകൊണ്ട് അതേ രൂപത്തിൽ തന്നെ മുസ്തദിലിന് എതിരായിക്കൊണ്ട് ആര് വാദിക്കുക? മുഅ്തരിദ് വാദിക്കുക എന്നുള്ളതാണ്. ആ മുഅ്തരിദിന്റെ വാദത്തെ കുറിച്ചാണ് ഈ പറഞ്ഞത്. അയാൾ കൊണ്ടുവന്ന അതേ ദലീൽ എടുത്തിട്ട് മുഅ്തരിദ് അതെടുത്ത് വാദിച്ചു എതിരില്. അപ്പൊ ആ മുസ്തദില്ലു ബിഹി ശരിയാണ് എങ്കിൽ സമ്മതിക്കലായി. സമ്മതിക്കുന്നതോടൊപ്പം തന്നെ എന്തുവായി? അത് എതിർക്കലുമായി. സമ്മതിക്കുന്നില്ല എങ്കിൽ ഖാദിഹുമാണ്. എങ്കിൽ വക്കീല പറയപ്പെട്ടിട്ടുണ്ട്, ഹുവ, ഈ പറഞ്ഞത് മഖ്ബൂലും മുആറത്തൊന്നുമല്ല. പിന്നെ എന്താണതറിയോ? ഖൽബ് ഷാഹിദ് സൂർ, അതൊരു കുറ്റത്തിന് സാക്ഷി നിൽക്കലാണ്, കള്ളസാക്ഷിയാണ് അർത്ഥം. യശ്ഹദു ലക, അത് നിനക്ക് ഗുണമായിട്ട് സാക്ഷി, വഅലൈക, നിന്റെ മേലിൽ കേടായിട്ട് സാക്ഷി, അയ്യുഹൽ ഖാലിബു, ഖാലിബേ എന്നതാണ്. അങ്ങനെയാണ് ഖീല പറയുന്നത്. അല്ലാതെ മഖ്ബൂലും മുആറത്തും ഒന്നുമല്ല. ഇങ്ങനെ പറയാവോ? ഇയാളിങ്ങനെ വാദിച്ചു വരുമ്പോ ഈ ഖൽബ് ചെയ്തത് ഖാലിബേ, നീയല്ലേ മറിച്ചത്, നിനക്ക് കേട്, നിനക്ക് ഗുണം, ഇങ്ങനെ നിൽക്കുന്ന ഒരു സൂറാണ്. അയാളുടെ ഹൈസു സല്ലംത ഫീഹി ദലീല, ദലീലിന് സമ്മതിച്ചു, എന്നിട്ട് അതേ ദലീല് കൊണ്ട് നീ ലക്ഷ്യമാക്കുകയും ചെയ്തു. അലാ ഖിലാഫി ദഅവൽ മുസ്തദില്ലി, മുസ്തദിലിന്റെ വാദത്തിന് എതിരായിക്കൊണ്ട് അതേ ദലീല് അംഗീകരിച്ച് അത് തന്നെ നീ ദലീലാക്കുകയും ചെയ്താൽ ഫലാ യഖ്ബലു, അപ്പോൾ സ്വീകരിക്കപ്പെടൂലല്ലോ. അങ്ങനത്തോടത്ത് പിന്നെ എന്താ ഉണ്ടാവുക? നിനക്ക് ഗുണമായിട്ട് സാക്ഷിയാവാം, അല്ലെങ്കിൽ നിനക്ക് എതിരിലായിട്ട് സാക്ഷി നിൽക്കുന്നൊരു വാക്ക് പറയാൻ പറ്റുള്ളൂ. ഖൽബ് ഓഹുവ, ഈ ഖൽബ് ഖിസ്മാനി, രണ്ട് ഓഹരിയുണ്ട്. അൽ അവ്വലു, ഒന്നാമത്തെ ഓഹരി എന്തിനാ? ലിതസ്ഹീഹി മദ്ഹബിൽ മുഅ്തരിദി,
ഫിൽ മസ്അലത്തി തർക്കമുള്ള മസ്അലയിൽ മുഅ്തരിദിന്റെ മദ്ഹബ് എന്താണോ ആ മുഅ്തരിദിന്റെ മദ്ഹബിനെ ശരിപ്പെടുത്താനുള്ളതാണ് ഒന്ന്. അത് ഇമ്മാ ഇബ്താലി മദ്ഹബിൽ മുസ്തദില്ലി ഫീഹ ആ തർക്കിക്കപ്പെടുന്ന മസ്അലയിൽ മുസ്തദില്ല് ലക്ഷ്യം കൊണ്ടുവന്ന ആടെ മദ്ഹബ് ഈ മുഅ്തരിദ് ഒന്നിരിക്കൽ ബാത്തിലാക്കിക്കൊണ്ടായിരിക്കാം, അത് സ്വരീകം നൽകായിരിക്കാം, അങ്ങനെ സ്വരീഹാക്കി ബാത്തിലാക്കിയിട്ടും ആയിരിക്കാം കൊണ്ട് പറയുന്നത് ഇങ്ങനെ വരാം. ഖമാ യുഖാലു പറയപ്പെടും പോലെ മിൻ ജാനിബിൽ മുസ്തദില്ലി കശാഫിഈ ഷാഫി മദ്ഹബുകാരനെ പോലെ ലക്ഷ്യം പിടിച്ചുകൊണ്ടിരിക്കുന്ന വാദിക്കുന്ന ആടെ ഭാഗത്തുനിന്ന് എന്ത് വിഷയത്തിൽ ഫീ ബൈഇൽ ഫുദൂലി ഫുദൂലിയായ സാധനത്തെ വിൽക്കുന്നതിൽ ഈ ഫുദൂലിയായ സാധനത്തെ വിൽക്കുന്നതിൽ എന്താ പറയാ അഖദും ഫി ഹഖിൽ ഗൈരി മറ്റ് ഒരാളുടെ ഹഖിൽ അഖദാണ് ബിലാ വിലായത്തിൻ അലൈഹി അതിന്റെ മേലിൽ അധികാരമില്ലാതെ മറ്റ് ഒരാളുടെ ഹക്കിലുള്ള ഇടപാട് ഫലാ യസിഹു അത് ശരിയാവുകയില്ല. ഫുദൂലിയായ വീട് കിട്ടിയ സ്വത്താണ്, വീട് കിട്ടിയ സ്വത്തിൽ അധികാരമില്ലല്ലോ, അപ്പൊ അതിനെ വിൽക്കാൻ പറ്റുമോ? പറ്റൂലല്ലോ എന്നത് പറയും പോലെ അത് കശറായി ഏതുപോലെ ഷറാഹ് പോലെ എന്ന് പറഞ്ഞാൽ കശറായിൽ ഫുദൂലിയായ വീണ് കിട്ടിയതായ ഉടമയില്ലാത്ത സ്വത്തിനെ വാങ്ങും പോലെ തന്നെ ഫലാ യസിഹു ആ ഷറാഹ് ശരിയാവൂലല്ലോ. ലിമൻ ഒരാൾക്ക് എങ്ങനത്തെ ഒരാള് സമ്മാഹു അയാൾ എന്തെന്ന് പറയും, ലിമൻ ഒരാൾക്ക് എങ്ങനത്തെ ആൾക്ക് സമ്മാഹു അയാൾക്ക് അതിനെ വിറ്റു, അങ്ങനെ വിറ്റുകൊടുത്താൽ ആ വിൽപ്പന വാങ്ങൽ ശരിയാകുമോ? ഇല്ലല്ലോ. എന്നതുപോലെ തന്നെയാണ് വിറ്റാലും ശരിയാവുക. എന്നതുപോലെ ഉടമയില്ലാതെ അധികാരമില്ലാതെ മറ്റൊരാളുടെ ഹക്കിൽ ഇടപാട് നടത്തൽ, ഇതാണ് മുസ്തദില്ല് കൊണ്ടുവന്നത്. ആ മുസ്തദില്ല് കൊണ്ടുവന്നപ്പോ അതിനെ എതിർക്കാൻ പോവുകയാണ്. ഇനി മുസ്തദിൽ ഇപ്പൊ എന്താ കൊണ്ടുവന്നത് അറിയോ? ഫുദൂലിയായ സാധനത്തെ വിറ്റു, അതായത് വീട് കിട്ടിയ സാധനമാണ്. ആ വിൽപ്പനയിൽ പറഞ്ഞതെന്താ? അധികാരമില്ലാത്ത ഒന്നിനെ മറ്റൊരാളുടെ ഹക്കിൽ അധികാരമില്ല, മറ്റൊരാളുടെ ഹക്കിൽ കിടക്കുന്ന ഒന്നാണ്, എന്നിട്ട് ഇപ്പം പോയിട്ട് അത് വിൽക്കുക. ഇവന് ആ ഹക്കിൽ അധികാരമുണ്ടോ? ഇല്ല. മറ്റൊരാളുടെ ഹക്കിൽ അധികാരമില്ലാതെ ഇടപാട് നടത്തുന്നത് ശരിയാകൂല. ഏതുപോലെ ഫുദൂലിയായ ഒരു സാധനം അതിനെ വാങ്ങാൻ പറ്റൽ ശരിയാകൂല എന്നതുപോലെ തന്നെയാണ് ഇവിടെ എതിർക്കുകയാണ് ഹനഫിക്കാരുടെ ഭാഗത്തുനിന്നും. എന്ന് പറയുന്നത് അഖദും വയസിഖു ആ ഇടപാട് ശരിയാകും. ഏതുപോലെ ഷറാഹ് പോലെ ഐ കശറായിൽ ഫുദൂലിയായ സാധനത്തെ വാങ്ങാൻ പറ്റുന്നത് പോലെ തന്നെ മറ്റൊരാളുടെ ഹക്കിലുള്ള ഇടപാട് വിലായത്തില്ലെങ്കിലും പറ്റും. ഫയസിഖു ലഹു അപ്പൊ എന്താകും? ആ ഷറാഹ് എന്താകും? ഫുദൂലിന് ശരിയാകുമല്ലോ. അവോ തൽഖു തസ്മിയതു ലിഗൈരിഹി ലിഗൈരിഹി എന്ന് അതിന് പേര് വെച്ചത് ഇവിടെ വെറുതെയായി. ഈ പറഞ്ഞത് അഹദു വജ്ഹൈനി ഇന്ധന നമ്മുടെ അടയ്ക്ക് രണ്ട് വജിൽ ഒരു വജ്ഹ. അപ്പൊ ഈ പറഞ്ഞത് ഇങ്ങനെയാകുക. ഇത് വ്യക്തമായി കൊണ്ട് തന്നെ മുഅ്തരിദ് മുസ്തദിന്റെ മദ്ഹബിനെ പൊളിച്ചു. മുസ്തദിന്റെ മദ്ഹബ് എന്താ? മറ്റൊരാളുടെ ഹക്കിൽ എന്താവുക? വിലായത്തില്ലാതെ ഇടപാട് പറ്റൂല. മുഅ്തരിദോ പറ്റുന്നു, പൊളിച്ചില്ലേ? അങ്ങനെ പൊളിച്ചു കൊണ്ടുവരിക. ഔല അല്ലെങ്കിൽ ഇല്ല മഅലിബ്താലി സ്വരീഹൻ വ്യക്തമായ ഒരു രീതിയിൽ ബാത്തിലാക്കൽ, വ്യക്തമായിട്ട് ബാത്തിലാക്കാം, അല്ലെങ്കിൽ വ്യക്തമാവാത്ത രൂപത്തിൽ ബാത്തിലാക്കാം. ഇങ്ങനെ വരാം. ബാത്തിലാക്കേണ്ട വ്യക്തമല്ല. മിസ്ലു ഐ യഖൂലൽ ഹനഫിയു ഹനഫിക്കാരൻ പറയുക, ഹനഫി മദ്ഹബുകാരൻ എന്ത്? അൽ മുസ്തരിതു ലിസ്സൗമി ഫിൽ ഇത്തിഖാഫി ഇത്തിഖാഫിൽ നോമ്പിനെ ഷർത്താക്കുന്ന ഹനഫിക്കാരൻ പറയുക. എന്താ പറയാ? ലുബ്സുൻ ഇത്തിഖാഫ് എന്ന് പറഞ്ഞാൽ കുറച്ചു നേരം താമസിക്കലാണ്. ഫലാ യകൂനു ബിനഫ്സിഹി അപ്പോൾ ഇത്തിഖാഫ് എന്നുള്ളത് സ്വന്തം എന്താകൂല? ഖുർബത്തൻ ഒരു ഇബാദത്താകൂല. ഏതുപോലെയൊക്കെ വഖൂഫി അറഫ അറഫയിൽ നിൽക്കുക എന്നുള്ളത് പോലെ ഫഇന്നു ഖുർബത്തുൻ അതെന്താണ്? അറഫയിൽ നിൽക്കൽ ഇബാദത്തായത് അത് ബിൽ വമീമത്തുൽ ഇഹ്റാമി
ഹജ്ജിനോ ഉംറക്കൊക്കെ ഇറാൻ കിട്ടുമല്ലോ. അപ്പൊ ഹജ്ജിന് ഇറാൻ കിട്ടി. ഹജ്ജിന് ഇറാൻ കെട്ടുക എന്ന ആ ഉൾപ്പെടുത്തൽ കൊണ്ടുണ്ടായതല്ലേ അറഫയിൽ നിൽക്കുക എന്നുള്ളത്. അല്ലാതെ വെറും അറഫയിൽ നിൽക്കുക എന്നുള്ള സ്വന്തം ഒരു ഇബാദത്തല്ലല്ലോ, മറ്റൊന്ന് കൂടി വന്നതല്ലേ എന്നതുപോലെ വെറും ഇത്തിക്കാവിരുന്ന ഇബാദത്താകൂല, നോമ്പ് വേണം. അപ്പൊ കദാലിക്കല്ലോ ഇത്തിക്കാബു യക്കൂനു ഖുർബത്തൻ, ഇത്തിക്കാബ് എന്താവും ഇബാദത്താകും. ബിളമീമത്തി ഇബാദത്തി ഇലൈഹി, അതിലേക്ക് ആ ഇത്തിക്കാബിലേക്ക് ഒരു ഇബാദത്തിനെ കൂട്ടണം. എന്താ കൂട്ട ഇബാദത്ത്? അയസ്സോമ്, നോമ്പാണ്. അപ്പൊ നോമ്പുണ്ടെങ്കിലേ ഇത്തിക്കാബ് ഇബാദത്താകുള്ളൂ, അല്ലെങ്കിൽ തനിയ ഇബാദത്ത് എന്താവൂല, ആകൂല. ഇതാണ് ഇപ്പൊ ഇവിടെ അനഫിക്കാരം പറയുന്നത്. കാരണം ഇത് ഹുവൽ മുത്തനാദുഫി, ഈ മസ്അല മുത്തനാദുഫി ആയ ഒരു മസ്അലയാണ്. നോമ്പില്ലാതെ ഇത്തിക്കാവിരുന്ന പറ്റുമോ? അനഫിക്കാരൻ നോമ്പ് വേണമെന്ന് വെച്ചു. വയുഖാലു മിൻ ജാനിബിൽ മുഅ്തരിദ് സാഫി, ഇവിടെ മുഅ്തരിദ് സാഫി മദ്ഹബുകാരാ. ആ ഭാഗത്തുനിന്ന് പറഞ്ഞു അൽ ഇത്തിക്കാഫു ലുബ്സുൻ, ഇത്തിക്കാഫ് എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? താമസിക്കുക എന്നേ ഉള്ളൂ. അപ്പൊ വലാ യുസ്തറത്തു ഫീഹി, ആ ഇത്തിക്കാഫിൽ വേണ്ട അസ്വം, നോമ്പ് ഷർത്തില്ല. ഏതുപോലെയൊക്കെ അറഫ പോലെ എന്ന് പറഞ്ഞാൽ ലാ യുസ്തറത്തു സോമു ഫി വഖൂഫിഹ, അറഫയിൽ നിൽക്കാൻ എന്ത് വേണ്ട? നോമ്പ് വേണ്ടല്ലോ, നോമ്പ് ഷർത്തില്ലല്ലോ. എന്നതുപോലെ തന്നെ ഈത്തിക്കാഫിൽ നോമ്പ് ഷർത്തില്ല. എന്തായി? ഇപ്പോ മുസ്തദിലിന്റെ മദ്ഹബ് പൊളിച്ചു മുഅ്തരിദ്. പൊളിച്ചത് സ്വരീഹൻ നിലക്കല്ല. ഫബിഹാദ, അപ്പൊ ഈ പറഞ്ഞതിലുണ്ട് ഇബ്ത്വാലുൻ ലി മദ്ഹബിൽ ഖസ്മി, ഒരു തർക്കിക്കുന്നത് അനഫിക്കാരുടെ മദ്ഹബിനെ പൊളിച്ചു. അല്ലതി, എങ്ങനത്തെ മദ്ഹബ് എന്നറിയോ? ലം യുസർരിഹ് ബിഹി ഫി ദലീലി, ആ ഒരു മദ്ഹബ് കൊണ്ട് ദലീലിൽ എന്ത് പറഞ്ഞിട്ടില്ല? വ്യക്തമായി പറഞ്ഞിട്ടില്ല. വഹുവ, ഏതാണ് ആ ദലീല്? എന്താ മദ്ഹബ്? ഇസ്തിറാദ് സ്വാമി, നോമ്പിനെ സർത്താക്കുക. ആ നോമ്പിനെ സർത്താക്കുക എന്നുള്ളത് എന്തായിട്ടില്ല? വ്യക്തമായി പറഞ്ഞിട്ടില്ല. അങ്ങനെ വ്യക്തമായി പറയാത്ത രൂപത്തിൽ തന്നെ എന്തു ചെയ്തു? ഇയാളെ മദ്ഹബിനെ ഇവിടെ പൊളിച്ചു കളഞ്ഞു. എന്തുകൊണ്ട്? നോമ്പ് ഷർത്തില്ല. ഈത്തിക്കാഫില് അറഫ നിൽക്കാൻ നോമ്പ് ഷർത്തില്ലാത്ത പോലെ എന്ന് പറഞ്ഞിട്ട് നോമ്പ് വാസ്തവത്തെ ഷർത്താക്കുക എന്നുള്ളതാണ് ഹനഫിക്കാരുടെ മദ്ഹബുള്ളത്. പക്ഷെ ആ ദലീല് പറഞ്ഞപ്പോ എന്തായിട്ടില്ല? വ്യക്തമായി പറഞ്ഞിട്ടില്ല. എന്തേ പറഞ്ഞിട്ടുള്ളൂ? മിസ്റുൽ ലുബ്സുൻ ഫലാ യകൂനു ബി നഫ്സിഹി ഖുർബത്തുൻ കവഖൂഫി അറഫ എന്നേ പറഞ്ഞിട്ടുള്ളൂ. ആ വ്യക്തമായി പറയാത്തത് കൊണ്ട് ആ രൂപത്തിൽ പൊളിച്ചു. അപ്പൊ ഒരു ഓഹരി അങ്ങനെയാണ്, രണ്ട് ഓഹരിയാണ്. ഒന്നാമത്തേത് മുഅ്തരിദിന്റെ മദ്ഹബിനെ തർക്കിക്കുന്ന മസ്അല പൊളിക്കാന്ന് പറഞ്ഞു, ശരിയാക്കാന്ന് പറഞ്ഞു. അത് രണ്ട് രൂപത്തിൽ പറഞ്ഞു. ഇനി രണ്ടാമത്തെ ഖിസ്മേൽ ഖൽബി, ഖൽബിന്റെ രണ്ട് ഓഹരിയിൽ നിന്ന് രണ്ടാമത്തേത് അൽ ഖൽബു ലി ഇബ്താലി മദ്ഹബിൽ മുസ്തദില്ലി ബിസ്വറാഹത്തി, വ്യക്തമായി കൊണ്ട് തന്നെ ലക്ഷ്യത്തെ സ്ഥാപിച്ചു വരുന്ന മുസ്തദില്ല്, അയാളുടെ മദ്ഹബിനെ പൊളിക്കലിനുള്ളതാണ് രണ്ടാമത്തേത്, ബാത്തിലാക്കുക. എങ്ങനെയാണ്? ഖായിയഖൂൽ ഹനഫിയു ഫി മസ്ഇർ റൈസി, തല തടയുന്ന കാര്യത്തിൽ ഹനഫി മദ്ഹബുകാരൻ പറഞ്ഞു വുളൂഇന്റെ അവയവം, വുളൂവിന്റെ അവയവത്തിൽപ്പെട്ട അവയവമാണ് തല. ആ തടയുന്ന കാര്യത്തിൽ പറയുക, എന്താ പറഞ്ഞത്? വുളൂഇന്റെ അവയവം ഫലാ യക്ഫി ഫി മസ്ഹിഹി, ആ അവയവത്തെ തടയുന്നതിൽ മതിയാകൂലല്ലോ. അഖല്ലുമായി എന്തരിക്കു അലയിൽ ഇസ്മു, തടവ് എന്ന് പേര് പറയാൻ പറ്റുന്നത് മാത്രം പോരാ, പേര് പറയുന്നതിൽ ചുരുങ്ങിയത് മതിയാവൂല. അപ്പൊ പേര് പറയുന്നതിൽ നിന്ന് ചുരുങ്ങിയ രൂപം തല തടവുന്നതിൽ മതിയാകൂല. ഏതുപോലെ? ഖിയാസ് കൽവജി, മുഖം പോലെ. ഐലാ യക്ഫി ഫി ഗസ്ലിഹി ദാലിക, മുഖം കഴുകുന്ന കാര്യത്തിൽ പേര് പറയും, കഴുകുക എന്ന പേര് പറയുന്നത് ചുരുങ്ങിയത് മതിയാകൂലല്ലോ എന്നതുപോലെ തടച്ചിലെന്ന് പറയുന്നതിൽ ചുരുങ്ങിയത് മതിയാകൂല എന്നാണ് ഹനഫിക്കാരൻ പറയുന്നത്. ഇനി ഇവിടെ ഇത്തിറാദ് നടത്തുകയാണ് മുസ്തദിൽ ഹനഫി. ഇനി ഇവിടെ മുഅ്തരിദ് ഷാഫിയ. ഫയുഖാലു ഫി ജാനിബിൽ മുഅ്തരിദി കശാഫിഈ, ഷാഫി മദ്ഹബുകാരനെ പോലെ ഉള്ള ഒരാൾ ഇത്തിറാദ് നടത്തുന്ന ഒരാളുടെ ഭാഗത്തുനിന്ന് പറയുന്നു വുളൂഇന്റെ അംഗം ഫലാ യുതഖദ്ദറു ഗുസ്ലുഹു, അതിനെ കഴുകലിനെ കണക്കാക്കപ്പെടൂല. ബിർറുബഇ, 4/1 കൊണ്ട് കണക്കാക്കപ്പെടൂല.
ഏതുപോലെ കൽ വജ്ഹി ലാ യുതഖദ്ദറു ഉസുലുഹു ബിർറുബഇ, 1/4 കൊണ്ട് കഴുകൽ കണക്കാക്കപ്പെടാത്തതുപോലെ മുഖത്തിനെ 1/4 കൊണ്ട് കഴുകാൻ കണക്കാക്കണമെന്നില്ലല്ലോ എന്നതുപോലെ തന്നെ ഒളുവിന്റെ അംഗത്തെ 1/4 കൊണ്ട് കഴുകാകൽ കണക്കാക്കപ്പെടൂല എന്നുള്ളത്. ഇവിടെ എന്ത് ചെയ്തു? ഇവിടെ നമ്മൾ മുസ്തദിലിന്റെ മദ്ഹബിനെ ബാത്തിലാക്കി, പച്ചി തന്നെ ബാത്തിലാക്കി. എന്നെ വലാ യുതഖദ്ദറു ഗുസ്ലു ബിർറുബഇ എന്ന് പറഞ്ഞില്ലേ, കൽവജികി അത് പച്ചി തന്നെ ബാത്തിലാക്കി. ഇനി അവിൽ ബിൽ ഇൽത്തിസാമി, അല്ലെങ്കിൽ പിന്നെ സ്വറാഹത്ത് നിൽക്കല്ല, വ്യക്തമായിട്ട് ലാസിമായതുകൊണ്ടാ. എങ്ങനെ കയ്യപ്പുലനഫിയോ ഫി ബൈൽ ഗായിബി, കാണാത്തൊരു സാധനത്തെ വിറ്റു, അതിൽ അനഫിക്കാരൻ പറഞ്ഞു അഖ്ദു മുആവളത്തിൻ, പകരത്തിനുള്ള ഇടപാട്, ഫയസിക്കു അത് ശരിയാകും, മഅൽ ജഹിലി ബിൽ മുഅവ്വളി, ഇവിടെ പകരമാക്കപ്പെടുന്നത് എന്താണെന്ന് അറിയുന്നില്ല, ആ അറിയാത്തത് കൂടെ തന്നെ മുആവളത്തുമായുള്ള അങ്ങും ഇങ്ങുമുള്ള ഇടപാട് ശരിയാകും. ഏതുപോലെയൊക്കെ നിക്കാഹ് ശരിയായതുപോലെ യസിഖു നിക്കാഹ് ശരിയാകുമല്ലോ, മഅൽ ജഹിലി ബി സൗജിയത്തി, ഭാര്യയെ കൊണ്ട് അറിവില്ലാത്തത് കൂടെ എന്ന് പറഞ്ഞാൽ ഭാര്യയെ കാണാതെ, ഓളെ കണ്ടില്ല, ഓളെ കാണാതെ എന്നവളെ കല്യാണം കഴിക്കുന്ന, കല്യാണം കഴിച്ചാൽ ശരിയാവൂലേ, അവിടെ കാഴ്ച അർത്ഥമൊന്നുമില്ലല്ലോ എന്നതുപോലെ തന്നെ ഇവിടെ പകരമായി അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുന്ന ഇടപാടിൽ എന്താണ് പകരം എന്ന് അറിയുന്നില്ല, ആ അറിയാത്ത രൂപത്തിൽ തന്നെ എന്താക്കാൻ പറ്റും, ഇടപാട് ശരിയാകും എന്ന് അനഫിക്കാരൻ പറഞ്ഞു. അപ്പൊ ഇനി ഷാഫി മദ്ഹബുകാരനാണ് മുഅ്തരിദ്, അദ്ദേഹം ഇവിടുന്ന് എതിർക്കും. ഫയുഖാലു, അപ്പോൾ പറയപ്പെടും മിൻ ജാനിബിൽ മുഅ്തരിദി, അതിനെ എതിർക്കുന്ന ആളുടെ ഭാഗത്തുനിന്ന്, എതിർപ്പിന്റെ ആള് ആരെപ്പോലെ, ഷാഫി മദ്ഹബുകാരനെ പോലെ. ഫലാ യുസ്തറത്തു ഫീഹി, ഈ പറഞ്ഞ ഇടപാടിൽ ഷർത്തില്ല. ഖിയാറു റുഇയത്തി, റുഇയത്ത് എന്ന് പറയുന്ന ഖിയാറില്ല. ഏതുപോലെയൊക്കെ നിക്കാഹ് പോലെ, നിക്കാഹിൽ എന്തില്ല, ഖിയാർ റുഇയത്തില്ലല്ലോ എന്നതുപോലെ തന്നെ ഖിയാർ റുഇയത്ത് ഈ പറയുന്ന അഖദുൽ മുആവദത്തിൽ ഇല്ല. നഫിയുൽ ഇസ്തിറാത്തി, അപ്പൊ ഇവിടെ ഇസ്തിറാത്തിന് നഫി ചെയ്തല്ലോ, യൽസമുഹു, ഇസ്തിറാത്തിന്റെ നഫി യൽസമുഹു, അതിന് ലാസിമായിട്ട് വരും നഫിയു സിഖത്തി, അത് ശരിയാവുക എന്നുള്ളത് ഉണ്ടാവില്ല. അപ്പൊ ഷർത്തില്ല, അപ്പൊ സിഖത്തുമില്ല എന്ന് മനസ്സിലായല്ലോ. കാരണം ഇതിൽ ഖായിലു ബിഹ, ഇത് സിഖത്ത് കൊണ്ട് പറയുന്ന ആള്, യഖൂലു അയാൾ പറയുന്നു ബിൽ ഇസ്തിറാത്തി, ഷർത്താക്കിക്കൊണ്ട് പറയുന്നുണ്ട്. ഇവിടെ ഷർത്താക്കുണ്ട്, എന്ത് ഖിയാർ റുഇയത്ത് ഷർത്താണെന്നാണ് പറയുന്നുണ്ട്. അപ്പോ ഖിയാർ റുഇയത്ത് ഷർത്തില്ലാതെ നമ്മൾ വാദിക്കുന്നു, അപ്പൊ തന്നെ സിഖത്തുമില്ലാതെ ആയല്ലോ. ഇങ്ങനെ ഇൽത്തിസാമ് കൊണ്ട് മദ്ഹബിനെ പൊളിക്കും. വമിൻഹു ഐ മിനൽ ഖൽബി, ഖൽബിൽ പെട്ടതാണ് എന്ത്, ശേഷം പറയും ഫയുഖ്ബലു, അപ്പൊ ഖൽബിൽ പെട്ടതെന്ന് പറയുമ്പോൾ സ്വീകരിക്കപ്പെടും. ഖിലാഫുൽ ഖാദി അബീ ബക്കർ ബാഖില്ലാനി, ഖാദി അബീ ബക്കർ ബാഖില്ലാനിക്ക് എതിരായിട്ടാണ് ഖൽബിൽ പെട്ടത് എന്ന് പറയുന്നതും സ്വീകരിക്കുന്നതും. ഫി റദ്ദിഹി, മൂപ്പരെ സ്വീകരിക്കൂല എന്ന് പറഞ്ഞ് റദ്ദ് ചെയ്തിട്ടുണ്ട്. എന്താണ് ഖൽബിൽ പെട്ടത്, എന്താണ് സ്വീകരിക്കപ്പെടുന്നത്? ഖൽബുൽ മുസാവാത്തി, ഖൽബുൽ മുസാവാത്തി എന്ന് പറയുന്ന ഒന്നുണ്ട്. ഖൽബുൽ മുസാവാത്ത് ഉദാഹരണം മിസ്ൽ ഖൗലിൽ ഹനഫി, ഹനഫിക്കാരന്റെ വാക്ക്, ഫിൽ വുളൂഇ വൽ ഗുസ്ലി, കുളി വുളു ഇവയിൽ ഹനഫിക്കാരന്റെ വാക്കെന്താ, ത്വഹാറത്തും ബിൽ മാഇഈന, നീരായതുകൊണ്ട് ശുദ്ധി വരുത്തുക. ഫലാ തജിബു ഫീഹൻ നിയ്യത്തു, നീരായതുകൊണ്ട് ശുദ്ധി വരുത്തുമ്പോ ആ ശുദ്ധി വരുത്തൽ നിർബന്ധമില്ല. ഏതുപോലെ കൻ നജാസത്തി, നജീസ് പോലെ, ലാ തജിബു ഫി ത്വഹാറത്തി അൻഹാ നിയ്യത്തു, നജസിനെ തൊട്ട് ശുദ്ധി വരുത്തുമ്പോൾ നിയ്യത്ത് നിർബന്ധമാവൂലല്ലോ എന്നതുപോലെ തന്നെ മായിയായ സാധനം കൊണ്ട് ശുദ്ധി വരുത്തുമ്പോ അതിലെന്തില്ല, നിയ്യത്ത് നിർബന്ധമില്ല. ബിഖിലാഫി തയമ്മുമി, തയമ്മത്തിനെതിരെ തജീബിഹി നിയ്യത്തു, തയമ്മത്തിൽ നിയ്യത്ത് നിർബന്ധമാണ്, ആ മായിയല്ലോ, തുറാബല്ലേ, ജാമിദ. ഇങ്ങനെയുള്ള ഹനഫിക്കാരന്റെ വാക്ക്. അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാ, വുളൂലും മുസൂലും വെള്ളം കൊണ്ട് ചെയ്യുമ്പോൾ നിയ്യത്ത് വേണ്ടാന്ന് വന്നെങ്കിൽ ഇനി നമ്മളതിന് മറുപടി കൊടുക്കുകയാണ്. നഹ്നു മുഅ്തരിളീന, നമ്മൾ തന്നെ
അതിനെ എതിർക്കുന്നവരായി എഴുത്ത് നടത്തുന്ന സ്ഥിതിയിൽ നമ്മൾ പറയുന്നു വയസ്തവി ജാമിദുഹാവുമായുഹ ത്വഹാറത്തിക്കൻ നജാസത്തി. നമ്മൾ അങ്ങനെ പറയാം. എന്താ പറയാ? ത്വഹാറത്ത് ജാമിദും മായിയും രണ്ടും സമമാണ്. ഹാ എന്നുള്ള നിയമം ത്വഹാറത്തിലേക്ക് മടക്കുക. ഏതുപോലെ? കൻ നജാസത്തി, നജസ് പോലെ. അഥവാ യസ്തവി ജാമിദുഹ വമായുഹ ഫി ഹുക്മിഹ സാബിഖി വഗൈരിഹി. ജാമിദായ നജസും നീരായ നജസും അതിന്റെ മുമ്പ് പറഞ്ഞ വിധിയിലും അല്ലാത്തതിലൊക്കെ സമമാണല്ലോ എന്നതുപോലെ ത്വഹാറത്തില് മാഇയെന്നോ ജാമിദെന്നോ വ്യത്യാസമില്ല, എല്ലാം ഒരുപോലെയാണ്. ഇത് ഖൽബ് മുസാവാത്താണ്. ഇതും ഒരു ഖൽബിൽ പെട്ടതാണ്. ഇത് ഖാദി അബൂബക്കറിൽ വാക്കെല്ലാവർക്കും ഇഷ്ടമില്ല, മൂപ്പരെ എതിർത്തുകൊണ്ട. വഖദ് വജബത്തിൻ നിയ്യത്തു ഫി തയമ്മുമി. പിന്നെ തയമ്മുമിൽ നിയ്യത്ത് നിർബന്ധമായല്ലോ. അപ്പൊ വദജീബുൽ വുളൂഇ വൽ ഗുസ്ലി, എന്നാ കുളിയിലും വുളൂഇലും നിർബന്ധമാണ് നിയ്യത്ത്. പിന്നെ വജുബു തസ്മിയത്തി ബിൽ മുസാവാത്തി എന്ന് വെച്ചു. മുസാവാത്ത് കൊണ്ട് എന്നുള്ള പേര് വെച്ചത് മുസാവാത്ത്, ഖൽബുൽ മുസാവാത്ത്. അതിന്റെ നിയായം വാളിഹുൻ മിനൽ മിസാലി. അത് ഉദാഹരണം പറഞ്ഞപ്പോ തന്നെ തിരിഞ്ഞല്ലപ്പോ. ഇനിയിപ്പോ വിശദമായി ഒന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇല്ല. ഖാദിയര് യഖൂലു, മൂപ്പര് പറയുന്നു ഫി റദ്ദിഹി, അത് വേണ്ടാന്നല്ലേ ഇവര് പറഞ്ഞു. ആ റദ്ദിൽ മൂപ്പര് പറയുമ്പോ വജുഹു ഇസ്തിദ്ലാൽ ഖാലിബി ഫീഹി, ഈ ഖൽബുൽ മുസാവാത്തിൽ പിന്നെ ഖൽബ് നടത്തുന്ന അഥവാ മാറ്റിമറിക്കൽ നടത്തുന്ന ആൾക്കുള്ള ഇസ്തിദ്ലാല്, അതിന്റെ ന്യായം വൈറു വജുഹുൽ ഇസ്തിദ്ലാൽ മുസ്തദില്, അത് മുസ്തദിലിന്റെ ഇസ്തിദ്ലാൽ എന്തോ ആ വജ് അല്ലാത്തതാണെന്നാണ് മൂപ്പര് പറയുന്നത്. ഇങ്ങനെയൊക്കെയുള്ള തർക്കം. ഒമിൻഹ, അതുപോലെ തന്നെ മിനൽ ഖവാദിഹി, ഖാദിയിൽപ്പെട്ടതാണ്, മോശമായിൽപ്പെട്ടതാണ്. എന്ത്? അൽ ഖൗലു ബിൽ മുജബി വശാഹിദുഹു എന്ന് തുടങ്ങുന്നതാണ് ഇനി നമുക്കുള്ളത്. ഇൻഷാ അല്ലാഹ് നാളെ അവിടുന്ന് അങ്ങോട്ട് തുടങ്ങാം. ഈ ക്ലാസ് തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കട്ടെ. നമ്മിൽ അല്ലാഹു തആല ഖബൂൽ ചെയ്യട്ടെ. ഇതിൽ വന്ന എല്ലാ ന്യൂനതകളും അപാകതകളും അല്ലാഹുവിന്റെ മഹത്തായ ഫضലുകൊണ്ട് അല്ലാഹു പുറത്ത് മാപ്പാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സാധാ ഞാൻ പറയുന്നത് പോലെ തന്നെ എടുത്ത ക്ലാസ്സിലൂടെ വല്ല സംശയം വന്നു പോയിട്ടുണ്ടെങ്കിൽ, തിരിയാത്ത ഭാഗവുമുണ്ടെങ്കിൽ അത് പ്രത്യേകം പോയിന്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഗ്രൂപ്പിലിടണമെന്നും നമുക്ക് പരസ്പരം ചർച്ച നടത്തുകയും ചെയ്യാം. ഖഫാവുകളൊക്കെ നമുക്ക് തീർക്കണം. കഴിവിന്റെ പരമാവധി ഞാൻ വിശദീകരിച്ചുകൊണ്ട് തന്നെയാണ് പോകുന്നത്. ഇനി എവിടെങ്കിലും കുറവ് വന്നിട്ടുണ്ടോ, എവിടെങ്കിലും തിരിയായ്മയുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിച്ച് തരാൻ വേണ്ടി താല്പര്യപ്പെടുന്നു. അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞതിൽ വല്ല പിഴവും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അറിയുന്ന ഉലമാക്കൾ ഇതിലുണ്ടാവും, അവരെ തിരുത്തിത്തരണമെന്നും സവിനയം അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.